മൈത്രിയുടെ ഭാഷ്യങ്ങൾ എന്ന വിഷയത്തിലുള്ള പ്രഭാഷണമാണ് ഈ വേദിയിൽ അരങ്ങേറുന്നത്. ഇന്ത്യയുടെ ബഹുസ്വരമായ സാംസ്കാരിക ചരിത്രം രാഷ്ട്രീയ ജാഗ്രതയോടെ അടയാളപ്പെടുത്തുന്ന എഴുത്തുകാരനാണ് ഇന്നത്തെ പ്രഭാഷണം നിർവഹിക്കുന്ന സുനിൽ പി ഇളയിടം. സമഗ്രാധിപത്യ പ്രവണതകൾക്കെതിരെ ഉണർന്നിരിക്കുന്ന മലയാളിയുടെ നൈതിക ജാഗ്രതയാണ് സുനിൽ പി ഇളയിടം. മൈത്രിയുടെ ഭാഷ്യങ്ങൾ എന്ന വിഷയം അവതരിപ്പിക്കാൻ അദ്ദേഹത്തെ സവിനയം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. മൈത്രി എന്ന ആശയം മലയാളത്തിൻ്റെ അനുഭവ പരിസരത്തേക്ക് കൊണ്ടുവന്ന സന്ദർഭം 100 കൊല്ലത്തിനപ്പുറം കുമാരനാശാൻ എഴുതിയ ഒരു കവിതയാണ്. അന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് മൈത്രി എന്ന ആശയത്തെ അതിൻ്റെ സവിശേഷമായ പുതിയ വിവക്ഷകളോടെ ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഉൾപ്പെടുത്തി തുടങ്ങിയിട്ടില്ല. എങ്കിലും 1922 എഴുതിയ ചണ്ഡാല ഭിക്ഷുകി എന്ന തൻ്റെ വളരെ പ്രസിദ്ധമായ രചനയിൽ കുമാരനാശാൻ മൈത്രി എന്ന ആശയത്തെ അനന്യമായ ഒരു നിലയിൽ ആവിഷ്കരിക്കുകയുണ്ടായി. രാജാവിന് നൽകുന്ന ഉപദേശത്തിൻ്റെ സന്ദർഭത്തിലാണ് മൈത്രി എന്ന ആശയത്തെക്കുറിച്ച് ബുദ്ധൻ നൽകുന്ന വിശദീകരണം പോലെ ഈ പ്രയോഗം കടന്നു വരുന്നത്. ആശാൻ്റെ കവിത നമുക്കറിയുന്നത് പോലെ സ്നേഹത്തെ ഒരു രാഷ്ട്രീയ മൂല്യമായിട്ടും സ്നേഹത്തെ വിമോചകമായ ഒരാശയമായിട്ടും വികസിപ്പിച്ച ഒന്നായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. വീണപ്പൂ എന്ന കവിതയിൽ തന്നെ ആശാൻ സാഹോദര്യം എന്ന ആശയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നല്ലി നാമ ഈ സഹോദരരല്ലി പൂവേ, ഒന്നല്ലി കൈഹ രചിച്ചതു നമ്മയെല്ലാം എന്ന ആശാൻ അവിടെ വച്ച് എഴുതുന്നുണ്ട്. ഒരേ കൈയാണല്ലോ നമ്മെ ചമച്ചത് എന്ന ഒരു അതിഭൗതികമെന്ന് വിളിക്കാവുന്ന ഒരാശയത്തെ മുൻനിർത്തി അതിൽ നിന്ന് സാഹോദര്യമെന്ന ആശയത്തിലേക്ക് സഞ്ചരിക്കുകയാണ് ആശാൻ ആ കവിതയിൽ ചെയ്യുന്നത്. ഈ സാഹോദര്യമെന്ന ആശയം പിന്നീട് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പല നിലകളിൽ വികസിക്കുകയും സ്നേഹവും സാഹോദര്യവും കൂടിക്കലരുന്ന ഒരു അനുഭവ മൂല്യത്തെ ആശാൻ്റെ കവിത പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ചണ്ഡാല ഭിക്ഷുകിയിലെത്തുമ്പോൾ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ് ആ സ്നേഹം സാമൂഹികമായ അസമത്വങ്ങൾക്ക് ഉള്ള ഒരു മറുപടിയാണ്. സാമൂഹികമായ അസമത്വങ്ങളെ മറികടക്കുന്നതിനുള്ള ഒരു ഭാവശക്തിയാണ് സ്നേഹം എന്ന ഒരാശയം ആശാൻ മുമ്പോട്ട് വയ്ക്കുന്നത് കാണാൻ പറ്റും. നളിനിയിലും ലീലയിലുമൊക്കെ ആശാൻ്റെ കവിതയിൽ താരതമ്യേന പരോക്ഷമായി നിലനിന്നിരുന്ന ഈ ആശയം ചണ്ഡാല ഭിക്ഷുകിയിലെത്തുമ്പോഴേക്കും അതിപ്രധാനമായി തീരുകയും സ്നേഹത്തെ അദ്ദേഹം വലിയൊരു രാഷ്ട്രീയ മൂല്യമായി വികസിപ്പിക്കുന്ന വഴി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആശാൻ്റെ ഏറ്റവും പ്രസിദ്ധമായ സ്നേഹ ദർശനം ചണ്ഡാല ഭിക്ഷുകിയിൽ ബുദ്ധൻ നൽകുന്ന ഉപദേശത്തിലുണ്ട്. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി നേടുന്നു, സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം, സ്നേഹം താൻ ആനന്ദമാർക്കും, സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹവ്യാഹതി തന്നെ മരണം, സ്നേഹം നരകത്തിൻ ദ്വീപിൽ സ്വർഗഗേഹം പണിയും പടുത്വം
എന്നിങ്ങനെ പല നിലകളിൽ സ്നേഹത്തിൻ്റെ മഹിമയെ, അത് സ്വർഗം തീർക്കുന്നൊരു ശക്തിയാണ്, സ്നേഹവ്യാഹതിയാണ് മരണം, സ്നേഹമാണ് ജീവിതം എന്നിങ്ങനെ പല നിലകളിൽ സ്നേഹമെന്ന ആശയത്തെ വിശദീകരിച്ചതിന് ശേഷമാണ് ആശാൻ ഈ സ്നേഹത്തിൻ്റെ ഈ മൂല്യം നിങ്ങൾക്ക് എവിടെ കാണാം എന്ന നിലയിൽ ഒരു വാക്യം പറയുന്നത്. അമ്മതൻ നെഞ്ഞു ഞരമ്പിൽ തങ്ങി ചെമ്മേ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞ തൂവമൃതാക്കും മൈത്രി നമ്മോടതോതുന്നു രാജൻ എന്ന് പറയും. അങ്ങനെ സ്നേഹമെന്ന ആശയത്തെ അതിൻ്റെ പ്രാഥമിക അർത്ഥത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അതിനെ നരകത്തിൽ സ്വർഗഗൃഹം പണിയുന്ന ശക്തിയാക്കിയിട്ടും ജീവിതം തന്നെയാക്കിയിട്ടും ജീവിതത്തിൻ്റെ പരമാർത്ഥമാക്കി മാറ്റിയിട്ടും ഈ സ്നേഹത്തെ, ആ സ്നേഹത്തിൻ്റെ ആധാരമൂലം എന്ന നിലയിൽ സ്നേഹത്തെ മൈത്രിയിലേക്ക് ഘടിപ്പിക്കുകയുമാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ് എന്നുകൂടി ഞാൻ കരുതുന്നു. കാരണം അമ്മ തൻ നെഞ്ഞു ഞരമ്പിൽ തങ്ങി ചെമ്മേ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞ തൂ അമൃതാക്കും മൈത്രി എന്ന് മൈത്രിയെ വിശദീകരിച്ചിട്ടാണ്, ആ മൈത്രിയാണ് സ്നേഹത്തിൻ്റെ മഹിമയെക്കുറിച്ച് നമ്മോട് പറയുന്നത് എന്നാണ് ആശാൻ അവിടെ എഴുതുന്നത്. ആശാൻ ഇതെഴുതുന്ന കാലത്തൊരു പക്ഷേ പാശ്ചാത്യ ആധുനികത ജന്മം നൽകിയ മനുഷ്യ സങ്കല്പത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളും അതേക്കുറിച്ചുള്ള ദാർശനിക വിചാരങ്ങളും അത്ര കാര്യമായി ഉയർന്നു വന്നിട്ടില്ല. ഒറ്റതിരിഞ്ഞ തോതിൽ പാശ്ചാത്യ ആധുനികതയുടെ മനുഷ്യ സങ്കല്പത്തെക്കുറിച്ചുള്ള ആലോചനകളുണ്ടെങ്കിലും അത് പ്രബലമായി തീരാൻ പിന്നെയും പതിറ്റാണ്ടുകൾ എടുക്കേണ്ടതുണ്ടായിരുന്നു. ആശാൻ ഇതെഴുതിയതിന് ശേഷമാണ് ഗാന്ധിജി തൻ്റെ പ്രസിദ്ധമായ ആലോചനകളിൽ എന്തുകൊണ്ട് പാശ്ചാത്യ നാഗരികത ഒരടിസ്ഥാന മൂല്യമല്ല എന്ന് പറയുന്നത്. ഗാന്ധിജി അതിന് പറഞ്ഞ ഒരു കാര്യം, മനുഷ്യരിൽ സ്വാർത്ഥത്തിൻ്റെയും മനുഷ്യരിൽ പരിത്യാഗത്തിൻ്റെയും മൂല്യങ്ങൾ ഒരുപോലെയുണ്ട് എന്നിരിക്കെ പരിത്യാഗത്തിൻ്റെ മൂല്യത്തെ കൈയൊഴിഞ്ഞ് സ്വാർത്ഥത്തിൻ്റെ മൂല്യത്തെ മാനുഷികതയുടെ അടിസ്ഥാന സ്വഭാവമായി കണ്ടുകൊണ്ടാണ് പാശ്ചാത്യ നാഗരികത അതിൻ്റെ ജീവിത സങ്കല്പം കെട്ടിപ്പടുത്തത് എന്നാണ്. അതാണ് 18-19 നൂറ്റാണ്ടുകളിലായിട്ട് വികസിച്ചു വന്ന യൂറോപ്പിൻ്റെ ഭരണകൂട സങ്കല്പത്തിൻ്റെ ആധാരമായി തീർന്നത്. എല്ലാ മനുഷ്യരും സ്വാർത്ഥപ്രചോദിതമായിട്ടാണ് ജീവിക്കുന്നതെന്നും ഓരോരുത്തരും താന്താങ്ങളുടെ സ്വാർത്ഥത്തിൽ ആണ്ടുമുഴുകുന്നത് കൊണ്ട് എല്ലാവരും എല്ലാവർക്കും എതിരായി തീരുന്ന ഒരു ജീവിത വ്യവസ്ഥയായിട്ട് അത് മാറുമെന്നും അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അരാജകത്വത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കാൻ നമുക്ക് മുകളിലുള്ള ഒരു അതീത ശക്തിയായി നമ്മെ നിയന്ത്രിക്കുന്ന, നമ്മുടെ സ്വാതന്ത്ര്യത്തെ ക്രമപ്പെടുത്തുന്ന സാമൂഹികമായ വൈരുദ്ധ്യങ്ങളെ, സംഘർഷങ്ങളെ ക്രമപ്പെടുത്താൻ പോകുന്ന ഒരു ഉപരിശക്തിയായി ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കുകയും ഈ ഭരണകൂടത്തിന് കീഴിൽ നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ജീവിക്കുകയും വേണം എന്ന് തോമസ് ഹോബ്സ് നിർദ്ദേശിക്കുകയും റൂൾ ഓഫ് ദി ലോ, നിയമവാഴ്ച എന്ന തത്വമായി അത് മാറിത്തീരുകയും ചെയ്തു. ഇന്നും തുടരുന്നൊരാശയാണത്. നമുക്കെല്ലാം നമ്മുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൻ്റെ അതിർത്തികൾ ഭരണകൂടം നിശ്ചയിച്ചു തരികയും ഈ ഭരണകൂട യുക്തിക്ക് കീഴിൽ, നിർദ്ദേശങ്ങൾക്ക് കീഴിൽ നാം സ്വയം ക്രമപ്പെട്ട് ജീവിക്കുകയും വേണം എന്നത്. അതുകൊണ്ട് ഓൾ അഗെയിൻസ്റ്റ് ഓൾ, എല്ലാവരും എല്ലാവർക്കും എതിരെ എന്ന ഒരു കാട്ടുനീതി മനുഷ്യരിൽ സഹജമായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നതായിരുന്നു ഈ ഭരണകൂട യുക്തിയുടെ, ആധുനിക ഭരണകൂട യുക്തിയുടെ അടിസ്ഥാനം. ഗാന്ധിജി ഇതിനോട് വിയോജിച്ച അടിസ്ഥാന തലം എന്തായിരുന്നു എന്ന് വെച്ചാൽ, മനുഷ്യരിൽ സ്വാർത്ഥം ഉണ്ട് എന്നത് ശരിയായിരിക്കെ തന്നെ ആ സ്വാർത്ഥത്തെ പോലെ മനുഷ്യരിൽ പരിത്യാഗശേഷിയും ഉണ്ട്. ആ പരിത്യാഗശേഷി എല്ലാ മനുഷ്യരിലും ഏറിയും കുറഞ്ഞുമുണ്ട്. ആ പരിത്യാഗശേഷിയാണ് വാസ്തവത്തിൽ മനുഷ്യവംശത്തെ മുമ്പോട്ട് കൊണ്ടുപോയത്. ആ പരിത്യാഗശേഷിയുടെ ഏറ്റവും മികവുറ്റ ആവിഷ്കാരമായി ഗാന്ധിജി മുമ്പോട്ട് വച്ചത്, ചൂണ്ടിക്കാണിച്ചത് 2 മൂല്യങ്ങളെയാണ്. ഒന്ന് സ്നേഹത്തെയാണ്, മറ്റൊന്ന് വാത്സല്യത്തെയാണ്. സ്നേഹത്തിലും വാത്സല്യത്തിലും മനുഷ്യർ
ത്യജിക്കുകയാണ് ചെയ്യുന്നത്. തങ്ങളല്ലാത്തതിനു വേണ്ടി തങ്ങളെ ഉപേക്ഷിക്കാനുള്ള സന്നദ്ധതയിലാണ് സ്നേഹവും വാത്സല്യവും കുടികൊള്ളുന്നത്. ഗാന്ധിജി ഇത് പറയുന്ന സമയത്ത് ഗാന്ധിജി ആശാനെ വായിച്ചിട്ടില്ല. പക്ഷേ ആശാൻ ഈ ആശയം 1922 തൻ്റെ കവിതയിൽ സന്നിവേശിപ്പിക്കുന്നുണ്ട്. മനുഷ്യരിൽ ത്യജിക്കാനുള്ള ശേഷിയുണ്ട്. ആ ത്യജിക്കാനുള്ള ശേഷിയുടെ ഏറ്റവും അനുഭവമൂല്യം നിറഞ്ഞൊരാവിഷ്കാരമാണ് വാത്സല്യം എന്ന് ആശാൻ എഴുതുകയുണ്ടായി. ആ വാത്സല്യത്തിൻ്റെയും പ്രഭവമായി നിൽക്കുന്നത് മൈത്രി എന്ന മൂല്യമാണ് എന്നും പറയുകയുണ്ടായി. അതുകൊണ്ടാണ് അമ്മതൻ നെഞ്ഞു ഞരമ്പിൽ തങ്ങി ചെമ്മേ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞ തൂവമൃതാക്കും മൈത്രി എന്ന് ആശാൻ എഴുതിയത്. ഈ ഒരാശയം ഞാനിത് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് മൈത്രി എന്നത് വാസ്തവത്തിൽ അതിൻ്റെ ആദ്യാർത്ഥത്തിലുള്ള കേവലമായ മിത്രഭാവം എന്നർത്ഥത്തിലോ അല്ലെങ്കിൽ പിന്നീട് ബുദ്ധമതത്തിൽ വന്ന ലവിങ് കൈൻഡ്നസ്, സ്നേഹപൂർണമായ കാരുണ്യം എന്നർത്ഥത്തിലോ മാത്രമല്ല, അതിനെ അതിവർത്തിച്ചു പോകുന്ന പുതിയൊരു രാഷ്ട്രീയ നൈതിക മൂല്യമായി മൈത്രിയെ നമ്മുടെ രാഷ്ട്രീയ വിചാരത്തിൻ്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരികയും ഒരുപക്ഷെ വരാനിരിക്കുന്ന ഒരു ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായ ഫലപ്രദമായൊരു പ്രതിരോധ യുക്തിയായി അതിനെ അവതരിപ്പിക്കുകയുമാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഘട്ടത്തിൽ ഡോക്ടർ BR അംബേദ്കർ ചെയ്യുന്നത്. ഈ മൈത്രി എന്ന ആശയം എല്ലായിടത്തും ഒരേ അളവിലല്ല നിലകൊണ്ടിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അത് ബുദ്ധനും മുമ്പേ രൂപപ്പെട്ടൊരാശയമാണ്. ബുദ്ധമതത്തിലാണ് മൈത്രി ബ്രഹ്മവിഹാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായി. മൈത്രി, കരുണ, മുദിതം, ഉപേക്ഷ എന്നിങ്ങനെ പരമമായ മൂല്യങ്ങൾ, ഒരു അന്തിമ മൂല്യങ്ങൾ എന്ന നിലയിൽ ബുദ്ധമതം മുമ്പോട്ട് വെച്ച മൂല്യങ്ങളിലൊന്നായിരുന്നു മൈത്രി എന്നത്. അതിനു മുമ്പ് തന്നെ പ്രാചീന ഉപനിഷത്തുകളിൽ ചാന്തോഗ്യത്തിലായാലും ഈശാവാസ്യത്തിലായാലും അഥർവവേദത്തിലായാലുമൊക്കെ ഈ വാക്ക് സൂചനാരൂപത്തിൽ വരുന്നുണ്ട്. ചാന്തോഗ്യോപനിഷത്തിൽ മൈത്രി എന്ന വാക്ക് തന്നെയുണ്ട്. ഈശാവാസ്യത്തിലാകട്ടെ ആ വാക്കില്ലെങ്കിലും ആ ആശയം വരുന്നുണ്ട്. മൈത്രി ഉപനിഷത്ത് എന്ന പേരിൽ പിൽക്കാലത്തൊരു ഉപനിഷത്ത് രൂപപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ യജുർവേദത്തിൻ്റെ തൈത്തരീയ സംഹിതയിൽ മൈത്രി എന്ന വാക്കും അതിൻ്റെ വിശദീകരണവും ഒക്കെ വരുന്നുണ്ട്. ശതപഥ ബ്രാഹ്മണത്തിൽ ഈ ആശയം വരുന്നുണ്ട്. അങ്ങനെ ക്രിസ്തുവർഷാരംഭത്തിനും ഏതാണ്ട് 1000 കൊല്ലം മുമ്പ് തന്നെ, പ്രാചീന ഉപനിഷത്തുകളുടെ കാലം ഏതാണ്ട് ആ പരിസരത്താണ് എന്ന് പൊതുവെ കരുതുന്നു. ബുദ്ധനും അല്പം മുമ്പായിട്ടൊക്കെ ഈ ആശയങ്ങൾ രൂപപ്പെട്ടു തുടങ്ങുന്നു. അങ്ങനെ BC 1000 തൊട്ട് താഴെയുള്ള നൂറ്റാണ്ടുകളിൽ തന്നെ മൈത്രി എന്ന സങ്കല്പം നമ്മുടെ ഇന്ത്യൻ ചിന്തയുടെ പല ഇടങ്ങളിലായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ ആ ആശയങ്ങളിലേക്ക് ആകെ നോക്കിയിട്ട് അതേക്കുറിച്ച് പഠിച്ച ആളുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, മിത്രശബ്ദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത് എന്ന നിലയിൽ മൈത്രിക്ക് പ്രാഥമികമായൊരു സൗഹൃദം എന്ന അർത്ഥമൂല്യമേ അതിൽ ഉണ്ടായിട്ടുള്ളൂ എന്ന കാര്യമാണ്. ഈ പ്രാഥമികമായ സൗഹൃദാർത്ഥത്തിൽ നിന്ന്, അതിൻ്റെ ചെറുതും വലുതുമായ ആ ഛായകളിൽ നിന്ന് ആ പദത്തെ പുറത്തു കൊണ്ടുവരികയും ഒരുപക്ഷെ അതിന് വളരെ വ്യത്യസ്തമായ മറ്റൊരു മൂല്യത്തിലേക്ക് അതിനെ വിക്ഷേപിക്കുകയും ചെയ്യുന്നത് ബൗദ്ധ പാരമ്പര്യത്തിൻ്റെ രംഗപ്രവേശത്തോടെയാണ്. ഒരർത്ഥത്തിൽ ബ്രാഹ്മണ ചിന്തയ്ക്കുള്ളിലുണ്ടായ ഒരു വഴിത്തിരിവായി മൈത്രി സങ്കല്പത്തിൻ്റെ വരവിനെ ചിലരെങ്കിലും കാണുന്നുണ്ട്. അവർ അതിനെ വിശേഷിപ്പിക്കുന്നത് ഫ്രം റിച്വൽസ് ടു വെർച്യു എന്നതിലേക്ക് ബ്രാഹ്മണിക്കായ ഒരു ജീവിത മൂല്യത്തിൻ്റെ പരിവർത്തനം, ആചാരബദ്ധമായ, അനുഷ്ഠാനബദ്ധമായ, ക്രിയാനിഷ്ഠമായ ഒരു പാരമ്പര്യത്തിന് പകരം മൂല്യബദ്ധമായ ഒന്ന് എന്നതിലേക്ക് ബ്രാഹ്മണിസത്തിന് തന്നെ പരിണമിക്കാനുള്ള ഒരുപക്ഷെ ബൗദ്ധ പാരമ്പര്യത്തിൻ്റെ സമ്മർദ്ദത്താൽ അത് ആഭ്യന്തരമായി പരിണാമവിധേയമാകുന്ന ഒരു ഘട്ടത്തെ കൂടി ഈ മൈത്രി സങ്കല്പത്തിൻ്റെ ഉൾച്ചേരൽ സൂചിപ്പിക്കുന്നുണ്ടാവാം എന്നാണ് അതേക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ബുദ്ധമതത്തിലെ മൈത്രീഭാവത്തിൻ്റെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രപരമായ ആവിഷ്കാരങ്ങളിലൊന്നായി പലരും അശോകനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അശോകനിലേക്ക് കടന്നു വന്ന ഈ ഭാവമാണ് അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്തെ ആ സാമ്രാജ്യ സങ്കല്പങ്ങളിലും ഭരണയുക്തിയിലുമൊക്കെ പ്രവർത്തിച്ചത് എന്ന് കരുതുന്നുണ്ട്. റോമില ഥാപ്പറും വെൻഡി ഡോണിഗറും അടക്കമുള്ള
പ്രാചീന ഇന്ത്യയുടെ പഠിതാക്കൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഈ അശോകൻ്റെ നിഴൽ വീണാണ് ധർമ്മപുത്രർ എന്ന സങ്കല്പം വികസിച്ചു വന്നത് എന്നാണ്. ചിലർ കരുതുന്നത് ധമ്മപുത്ര എന്ന സങ്കല്പം തന്നെയാണ് ധർമ്മപുത്രരായി തീർന്നത്. കാരണം അശോകൻ അധികാരം വെടിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ പ്രതാപങ്ങൾ വെടിഞ്ഞ് ധർമ്മത്തെ പ്രധാനമായി കാണുന്ന ഒരു മൂല്യവ്യവസ്ഥ BC അവസാന നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിൽ വികസിച്ചു വന്ന സമയത്ത് ആ മൂല്യവ്യവസ്ഥയെ സ്വാംശീകരിക്കുന്ന ഒരു ഇതിഹാസ പാരമ്പര്യത്തിനുള്ളിലാണ് ധർമ്മപുത്രർ എന്ന സങ്കല്പം വേരുപിടിച്ചു വന്നത് എന്ന് റോമില ഥാപ്പർ വളരെ മുമ്പേ സൂചിപ്പിക്കുന്നുണ്ട്. വെൻഡി ഡോണിഗർ സമീപകാലത്തുള്ള അവരുടെ പഠനങ്ങളിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ബുദ്ധമതവും ബ്രാഹ്മണ മതവും തമ്മിലുള്ള ഒരു വിനിയോഗത്തിൻ്റെ സവിശേഷമായ കൂടിക്കലരലിൻ്റെ സന്ദർഭത്തിൽ ഒരുപക്ഷെ ആചാരബദ്ധമായ ഒരു മതം എന്നതിൽ നിന്ന് അംബേദ്കർ പിൽക്കാലത്ത് അതിനെ റിലീജിയൻ ഓഫ് ലോസ് ആൻഡ് റിലീജിയൻ ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നുണ്ട്. നിയമങ്ങളുടെ മതമെന്നും മൂല്യങ്ങളുടെ മതമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ മൂല്യങ്ങളുടെ മതത്തിലേക്ക് ഒരുപക്ഷെ ബ്രാഹ്മണ മതം പരിണമിക്കുന്നതിൻ്റെ ഒരു സമ്മർദ്ദമായി ബുദ്ധമതവും അതിലെ മൈത്രീഭാവവും ഉയർന്നു വന്നിട്ടുണ്ടാകാം എന്നും ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഗതിയാണ്. ബുദ്ധമതത്തിലെത്തുമ്പോൾ മൈത്രി സങ്കല്പം വളരെ വ്യത്യസ്തമായ മറ്റൊന്നായി തീർന്നു. അത് കേവലമായ ഒരു മിത്രഭാവമല്ല, അത് കേവലമായ ഒരു കരുണയും അല്ല, അതിനപ്പുറത്തേക്കാണ്. ഒരുപക്ഷെ ബുദ്ധൻ്റെ മൈത്രി സങ്കല്പത്തെ വിശദീകരിക്കാൻ പ്രധാനപ്പെട്ട ഒരു കഥാസന്ദർഭം, അതിലെ ഒരു ഭാഗം ഞാനിവിടെ വായിക്കാമെന്ന് കരുതുന്നു. During a stay at Sravasti, the Buddha asked bhikshus, suppose a man is preparing to dig the earth. Does the earth resent him? No, the bhikshus replied. Suppose a man wishes to paint pictures in the air using color. Will he be able to do it? No, he can't. Why not? Because the air has no dark patches. Suppose a man tries to set the Ganges on fire with a strip of burning fern. Will he succeed? No. Why not? Because the water in the Ganges is not inflammable. Just as the earth is not resentful, just as the air does not lend itself to any action against it, just as the river Ganges keeping flowing without letting the fire disturb it, bhikshus, like yourself, must bear the insults and injustices done to you without letting them affect your maitri towards the offenders. It is your sacred obligation to keep your mind as firm as earth, as clean as the air, and as deep as the Ganges. No action will then be able to disturb your maitri. Those who hurt you will then soon become tired. Let your maitri be boundless and your thought vast and beyond feeling any hatred. According to my dharma, practicing dharma karuna is not enough. It is essential to practice maitri alongside. ഒന്നിനെയും പ്രതിരോധിക്കാത്ത ഭൂമിയെപ്പോലെ, ഒന്നിനും കീഴടക്കാനാവാത്ത വായുവിനെ പോലെ, ഒന്നിനും തീപിടിപ്പിക്കാനാവാത്ത ജലത്തെ പോലെ, അടിസ്ഥാന മൂല്യങ്ങളിൽ നിർഭരമായിരിക്കാനും മറ്റൊരു പ്രകോപനത്തിലും വീണുപോകാതിരിക്കാനും ശത്രുത്വത്തെ മനസ്സിൽ സൂക്ഷിക്കാതിരിക്കാനും വെറുപ്പിനെ എന്നേക്കുമായി കൈയൊഴിയാനുമുള്ള ശേഷിയെയാണ് മൈത്രി എന്ന് ഇവിടെ ബുദ്ധൻ നിർദ്ദേശിക്കുന്നത് ഭിക്ഷുക്കൾക്ക് നൽകിയ ഉപദേശത്തിൽ. അതായത് മൈത്രി എന്നത് ബുദ്ധനെ സംബന്ധിച്ചെത്തുമ്പോൾ അതൊരു വ്യക്തി മറ്റൊരാളോട് പുലർത്തുന്ന മിത്രഭാവം എന്നതിനപ്പുറം മനുഷ്യപ്രകൃതിയുടെ സഹജഭാവമായി തീരണം. ജലത്തെ തീപിടിപ്പിക്കാൻ
ഒരഗ്നിശാഖയ്ക്കും കഴിയാത്തതുപോലെ കുഴിച്ചു മുന്നേറുന്ന മനുഷ്യനോട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധത്തിന് ഭൂമി മുതിരാത്തതുപോലെ ആകാശത്തിൽ നിങ്ങൾക്ക് നിറങ്ങൾ കൊണ്ട്, വായുവിൽ നിങ്ങൾക്ക് നിറങ്ങൾ കൊണ്ട് ഒരു ചിത്രവും വരയ്ക്കാനാകാത്തതുപോലെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ കൊണ്ട് നിർഭരമായിരിക്കുന്ന മനസ്സിനിലാണ് മൈത്രീഭാവം സന്നിഹിതമാവുക എന്നാണ് ബുദ്ധൻ കരുതുന്നത്. അത് സഹാനുഭൂതിയോ കരുണയോ പോലുള്ള മൂല്യങ്ങൾക്കപ്പുറം അത് പ്രബലമാണ് എന്നും ബുദ്ധമതം കരുതുന്നുണ്ട്. അത് വെറുപ്പിനും പകയ്ക്കും അപ്പുറത്തേക്ക് പോവുകയും ജീവിതോത്സാഹത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒന്നായി അത് മാറുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ബുദ്ധമതം മുമ്പോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം പോളമിക്കലായ താർക്കികമായ ശത്രുതാഭാവത്തിനപ്പുറത്തേക്ക് മനുഷ്യരെ കൊണ്ടുപോകാനും ഒരുപക്ഷെ തനിക്ക് നേരെ അലയലയായി വരുന്ന വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ അലമാലകളിൽ സ്വയം പെട്ടുപോകാതെ ആ അലമാലകളോടും സ്നേഹപൂർവം സഹഭാവപൂർവം വിനിമയത്തിൽ ഏർപ്പെടാനുമുള്ള ആന്തരികമായ ശേഷിയായി, ജലത്തിൻ്റെ പ്രവാഹശേഷി പോലെ, വായുവിൻ്റെ അപ്രതിരോധ്യത പോലെ, ഭൂമിയുടെ സഹനശേഷി പോലെ മനുഷ്യരിൽ സഹജമായ മൂല്യമായി മൈത്രി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാണ് ബുദ്ധമതം മുമ്പോട്ട് വെച്ച ഒരാശയം. അത് ഔപനിഷദികമായ മിത്രഭാവം എന്നതിൽ നിന്ന് ഒരു നിലയ്ക്ക് സാമൂഹികമായ ഒരു ജീവിത മൂല്യമായി തീരുന്നു എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. അതായത് നമുക്ക് നേരെ ഉയർന്നു വരുന്ന, നിങ്ങൾക്ക് നേരെ ഉയർന്നു വരുന്ന വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ, പകയുടെ ലോകത്തിന് സ്വയം വിധേയപ്പെടാതെ ആ പകയുടെ ലോകത്തിനപ്പുറത്തേക്ക് തൻ്റെ ജീവിതോത്സാഹത്തെ, ജീവിത മൂല്യത്തെ ഉയർത്തി നിർത്താനുള്ള സന്നദ്ധതയിലാണ് മൈത്രി പ്രവർത്തനക്ഷമമാകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ബ്രാഹ്മണ്യം അതിൻ്റെ അടിസ്ഥാന യുക്തിയായി ഉയർത്തിക്കൊണ്ടുവന്നത് താർക്കികതയും, ആ താർക്കികതയിലൂടെ ശത്രു എന്ന് കരുതുന്ന, എതിരാളി എന്ന് കരുതുന്ന ഒന്നിനെ കീഴ്പ്പെടുത്താനുള്ള നിരന്തരമായ അഭ്യസനവുമാണ്. ഈ അഭ്യസന യുക്തിയെയാണ് ഒരു നിലയ്ക്ക് ബുദ്ധൻ ഉപേക്ഷിക്കാൻ ശ്രമിച്ചത്. ബുദ്ധനെയും ശങ്കരനെയും താരതമ്യപ്പെടുത്തി പറയുന്ന സമയത്ത് വിവേകാനന്ദൻ തന്നെ ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ശങ്കരന് നോക്കൂ, എന്തൊരു തർക്കശേഷിയാണ്, എന്തൊരു പാണ്ഡിത്യമാണ്, പക്ഷെ കാരുണ്യമില്ല എന്ന് പറയും. ഈ കാരുണ്യം എന്നത് താർക്കികതയിൽ പെട്ടുപോകാതിരിക്കാനും, ഒരുപക്ഷെ പോളമിക്സിനെതിരെയുള്ള മിഷേൽ ഫൂക്കോവിൻ്റെ വളരെ പ്രസിദ്ധമായ പിൽക്കാലത്തെ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത്, പോളമിക്സിൽ താർക്കികതയിൽ പങ്കുചേരുമ്പോൾ നിങ്ങൾ തർക്കത്തിൽ പങ്കാളിയാകുന്ന ആളെ എങ്ങനെയും ഇല്ലാതാക്കുക എന്ന ഒരു യുക്തിയെ നിങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു. അയാളിലുള്ള ഒരു സാധ്യതയെ നിങ്ങൾ അഭിസംബോധന ചെയ്യില്ല. അയാൾ മുൻകൂറായി തെറ്റാണെന്ന് തീരുമാനിച്ച് തർക്കത്തിലെ പങ്കാളിയെ റദ്ദാക്കുക എന്ന വിപരീത ഭാവനയിലാണ് എല്ലാ തർക്കവും അധിഷ്ഠിതമായിരിക്കുന്നത്. കൂടുതൽ മെച്ചപ്പെട്ട ഒരു സത്യത്തിലേക്ക്, കൂടുതൽ സൂക്ഷ്മമായൊരു ധാരണയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നേറാം എന്ന യാതൊരു സാധ്യതയും ഒരു തർക്കം മുന്നോട്ട് വയ്ക്കുന്നില്ല. അത് കീഴ്പ്പെടുത്തലിൻ്റെ യുക്തിയായി തീരുന്നു എന്ന് ഫൂക്കോ പറയുന്നുണ്ട്. ഫൂക്കോ ഇതെല്ലാം പറയുന്നതിനും ഏതാണ്ട് 60-70 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരാളിത് പറയുന്നുണ്ട് കേട്ടോ. 924 ആലുവയിൽ സർവമത സമ്മേളനം ചേരുമ്പോൾ ഗുരു അതിൻ്റെ ലക്ഷ്യവാചകമായി പറഞ്ഞത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇത് ചെറിയൊരു വാക്യമല്ല. കാരണം വാദിച്ച് ജയിക്കുന്ന സമയത്ത് നാം ചെയ്യുന്നൊരു കാര്യം വാദത്തിൽ പങ്കുചേരുന്ന അപരത്തെ നിരാകരിക്കുന്നു എന്നതാണ്. അപരത്തിൻ്റെ നിരാകരണത്തിലൂടെയല്ലാതെ വാദിച്ച് ജയിക്കാൻ കഴിയില്ല. മറിച്ച് അറിയലും അറിയിക്കലും അപരവുമായുള്ള വിനിമയമാണ്. അപരത്തെ ഉൾക്കൊണ്ടേ നിങ്ങൾക്കറിയാൻ പറ്റും. അപരത്തിലേക്ക് കടന്നു നിന്നിട്ടേ അറിയിക്കാൻ കഴിയും. അതുകൊണ്ട് അപരനിരാസത്തിൻ്റെ യുക്തിയിലല്ല, അപരവുമായുള്ള പലതലത്തിലുള്ള വിനിമയങ്ങളുടെ യുക്തിയിലാണ് അറിയലും അറിയിക്കലും. അതുകൊണ്ട് ഈ ലക്ഷ്യവാചകം 924 എഴുതപ്പെട്ട ഈ ലക്ഷ്യവാചകം അടിസ്ഥാനപരമായി ബ്രാഹ്മണ്യം സഹസ്രാബ്ദങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത താർക്കികതയുടെ, അപരവിദ്വേഷത്തിൻ്റെ ഒരു ലോജിക്കിനെ, അതിൻ്റെ
ജ്ഞാനശാസ്ത്രപരമായ അടിസ്ഥാനത്തെ തന്നെ തിരുത്താനുള്ള ഒരു ശ്രമമാണ്. ആ ശ്രമം വാസ്തവത്തിൽ ബൗദ്ധ പാരമ്പര്യത്തിൽ നിന്ന് ആരംഭിക്കുന്നതുമാണ്. അത് കേവലമായ ഒരു മിത്രഭാവമല്ല, മറിച്ച് തനിക്കപ്പുറമുള്ള CV കുഞ്ഞിരാമനായുള്ള സംഭാഷണത്തിൽ ഗുരു ഒരു ഘട്ടത്തിൽ ഇത് പറയുന്നുണ്ട്. CV കുഞ്ഞിരാമനോട് ഗുരു ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, കുഞ്ഞിരാമൻ നാസ്തികനാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കുഞ്ഞിരാമൻ പറയും, ഞാൻ നാസ്തികരോട് ആസ്തികവാദവും ആസ്തികരോട് നാസ്തികവാദവും നടത്താറുണ്ട് എന്ന് പറയും. അപ്പോൾ ഗുരു പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, വാദിക്കാൻ വേണ്ടി വാദിക്കരുത്. 2 സന്ദർഭങ്ങളിലെ വാദം പ്രധാനമാകൂ. ഒന്ന്, ഒരാശയം വിശദീകരിക്കാൻ, സംശയം പരിഹരിക്കാൻ. മറ്റൊന്ന് ഈ സംശയ ദൂരീകരണത്തിന്. ഒരാശയം വിശദീകരിക്കാൻ നിങ്ങൾക്ക് വാദിക്കേണ്ടി വരും, സംശയം പരിഹരിക്കാൻ വാദിക്കേണ്ടി വരും. ഈ 2 സന്ദർഭങ്ങളിലല്ലാതെ മറ്റൊരു സന്ദർഭത്തിലും വാദം സ്വീകാര്യമല്ല എന്നാണ് ഗുരു CV കുഞ്ഞിരാമനോട് പറഞ്ഞത്. അത് ഒരു തന്ത്രമല്ല, മറിച്ച് അപ്പുറമുള്ള ഒരാളോട് സഹഭാവപൂർണം, അയാളിലെ ആശയത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അയാളെ കൂടി ചേർത്ത് വച്ച് കൂടുതൽ മെച്ചപ്പെട്ട ഒരു സത്യത്തിലേക്ക്. മിഷേൽ ഫൂക്കോ പറയുന്നുണ്ട്, തർക്കത്തിൽ നിങ്ങൾ എതിരാളിയെ കൂടി ഉൾക്കൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ധാരണയിലേക്ക് എത്തിച്ചേരാമെന്ന സാധ്യതയെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അത് തർക്കത്തിൽ അടിസ്ഥാനപരമായി ശത്രുത്വത്തിൻ്റെ ഒരു ഭാഷ രൂപപ്പെടുന്നു. എങ്ങനെയും ഹിംസിക്കപ്പെടേണ്ട ഒരു എതിരാളിയെ നിങ്ങൾ അപ്പുറം പ്രതിഷ്ഠിക്കുകയും ആ തർക്കത്തെ നിങ്ങളുടെ വാദഗതികളുടെ വിചാര രീതിയുടെ അടിസ്ഥാന ഭാവമാക്കി മാറ്റുകയും ചെയ്യുന്നു. അദ്ദേഹം പറയുന്നത് ഹിംസയുടെ വാചിക രൂപമാണ് തർക്കം. ഹിംസയുടെ വാചിക രൂപമാണ്. ആ ഹിംസയുടെ വാചിക രൂപത്തിൽ നിന്ന് നാം വാസ്തവത്തിൽ പുറത്തു കടക്കേണ്ടത് അനിവാര്യമായൊരു കാര്യമാണ്. എന്നെങ്കിലും മനുഷ്യരുടെ ആലോചനകളുടെ സംവാദാത്മകത്വത്തിൻ്റെ മറപറ്റി വളർന്ന തർക്ക എന്ന പരാതത്തിൻ്റെ ചരിത്രം ആരെങ്കിലും എഴുതിയേക്കും എന്ന ആ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ ഫൂക്കോ പറയുന്നുണ്ട്. അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കിതാണ്, സംവാദത്തിൻ്റെ മറപറ്റി വളർന്ന തർക്കമെന്ന പരാതത്തിൻ്റെ ചരിത്രം എപ്പോഴെങ്കിലും എഴുതപ്പെട്ടേക്കും. ഈ തർക്കമെന്ന പരാതം വാസ്തവത്തിൽ സംവാദമല്ല. സംവാദത്തിൽ, ഡയലോഗ് എന്നതിൽ മിഷേൽ 20-ാം നൂറ്റാണ്ടിലെ വലിയ ചിന്തകനായിരുന്ന ബക്തിൻ പറയുന്ന മനോഹരായ ഉദാഹരണമുണ്ട്. ഡയലോഗ് എന്നത് വാസ്തവത്തിൽ 2 പേർ സംസാരിക്കുന്നത് മാത്രമല്ല. അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ ഒരു ഉദാഹരണമുണ്ട്. ഒരു മുറിയിൽ ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും 2 മനുഷ്യരിയ്ക്കുന്നു. അവർ അന്യോന്യം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഭക്തൻ പറയുന്നത് ഇതൊരു സംവാദമാണ്. കാരണം ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾ എന്നെ കാണുന്നു. പക്ഷേ ഞാൻ കാണുന്ന നിങ്ങൾ വെറും നിങ്ങളല്ല, എന്നെ കാണുന്ന നിങ്ങളെയാണ് ഞാൻ കാണുന്നത്. എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന, എന്നെ കാണുന്ന നിങ്ങളെയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നതിൽ നിങ്ങൾ എന്നതുപോലെ എന്നെ കാണുന്ന നിങ്ങളുമുണ്ട്, എന്നോടുള്ള നിങ്ങളുടെ ഭാവമുണ്ട്, എന്നോടുള്ള നിങ്ങളുടെ സ്നേഹമുണ്ട്, എന്നോടുള്ള നിങ്ങളുടെ അകലങ്ങളുണ്ട്. ഇതെല്ലാം ഉൾപ്പെട്ട നിങ്ങളെ ഞാൻ കാണുന്നു. തിരിച്ച് നിങ്ങൾ എന്നെ കാണുന്നത് ഞാനായിട്ടല്ല, നിങ്ങളെ കാണുന്ന ഞാനായിട്ടാണ്. അതുകൊണ്ട് ഞാൻ കാണുന്ന നിങ്ങളിൽ ഞാനുണ്ട്, എന്നെ കാണുന്ന നിങ്ങളിൽ നിങ്ങളുണ്ട്. അല്ലാതെ നിങ്ങളെ മാത്രമായിട്ട് ഞാൻ കാണില്ല. നിങ്ങളെ കാണുമ്പോൾ ഞാൻ എന്നെയും കാണും, എന്നെ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളെയും കാണും. അതുകൊണ്ട് ഈ പാരസ്പര്യം, ഒരു നോട്ടത്തിൽ പോലും അന്തർലീനമായിരിക്കുന്ന ഈ പാരസ്പര്യത്തിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ വിപുലമായൊരു മാനത്തെയാണ് വാസ്തവത്തിൽ മൈത്രി എന്ന സങ്കല്പത്തിലൂടെ അംബേദ്കർ പിൽക്കാലത്ത് വികസിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചത്. ഇതെന്തുകൊണ്ട് പ്രധാനമായി തീരുന്നു? എന്തുകൊണ്ടാണ് ഈ സങ്കല്പം ഒരു രാഷ്ട്രീയ ആശയമാണ് എന്ന് പറയേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ഫാഷിസത്തിനെതിരായ സമരത്തിൻ്റെ കേന്ദ്രത്തിൽ മൈത്രി എന്ന സങ്കല്പത്തിന് പ്രാധാന്യമുണ്ട് എന്ന് പറയേണ്ടി വരുന്നത്? അത് കേവലം മിത്രഭാവമല്ല. കാരണം ഫാഷിസം എന്താണ് ചെയ്യുന്നത്? ഫാഷിസത്തിൻ്റെ അടിസ്ഥാന യുക്തി എന്ന് പറയുന്നത് അപരവിരോധമാണ്, അപരനിരാസമാണ്. 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ ചിന്തകന്മാരിൽ ഒരാളായിരുന്ന അഡോണോ ഫാഷിസത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, എക്സ്ക്ലൂഷൻ ആൻഡ് ദ അനിഹിലേഷൻ ഓഫ് ദ അതർ. അപരത്തെ വകഞ്ഞു മാറ്റി അപരത്തെ ഇല്ലാതാക്കലാണ് ഫാഷിസം. അപരത്തെ വകഞ്ഞു മാറ്റി അപരത്തെ ഇല്ലാതാക്കുക. ജർമ്മനിയിൽ നിന്ന് ആദ്യം യഹൂദരെ അവർ അപരശക്തികളാണെന്ന് കരുതുന്നു, വകഞ്ഞു മാറ്റുന്നു, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് നീക്കുന്നു.
ഫൈനൽ സൊല്യൂഷൻ അന്തിമമായി ഇല്ലാതാക്കുന്നു. ഇത് ഫാഷിസത്തിൻ്റെ രാഷ്ട്രീയാവിഷ്കാരാണെങ്കിൽ ഫാഷിസത്തിൻ്റെ ബീജരൂപം ആധുനിക വ്യക്തി സങ്കല്പത്തിൽ നിലീനമായിട്ടുണ്ട് എന്ന് അഡോണോ പറയുന്നു. ആധുനിക വ്യക്തി സങ്കല്പം അങ്ങനെയാണ് രൂപപ്പെട്ടത്. മോഡേണിറ്റി അതിൻ്റെ മാനുഷിക സങ്കല്പത്തെ രൂപപ്പെടുത്തിയത് ഇതേ അപരനിരാസത്തിൻ്റെ യുക്തിയിലാണ്. കാരണം ഞാനൊരു ഉറച്ച പുരുഷനായിത്തീരുന്നത് എപ്പോഴാണ്? ഞാനൊരൊത്ത പുരുഷനായിത്തീരുന്നത് സ്ത്രീയുടേതെന്ന് കരുതുന്ന ഭാവഭാവങ്ങളെ മുഴുവൻ എന്നിൽ നിന്ന് തേച്ചുമാച്ച് കളയുമ്പോഴാണ്. സ്ത്രീയുടെ ഭാഷ, സ്ത്രീയുടെ വസ്ത്രം, ഭാവഭാവങ്ങൾ, ഉടുപ്പ്, നടപ്പ് സർവ്വതും തേച്ചുമാച്ച് കളഞ്ഞ് ഒത്ത പുരുഷനായിത്തീരുന്നു. അങ്ങനെ ഒത്ത പുരുഷനായി തീരുമ്പോൾ വാസ്തവത്തിൽ മനുഷ്യാവസ്ഥയുടെ സഹജപ്രകൃതമായ കലർപ്പുകളെ, പങ്കുവയ്ക്കലുകളെ റദ്ദാക്കുകയാണ് നാം ചെയ്യുന്നത്. അതുകൊണ്ട് ഒത്ത പുരുഷൻ, ഒത്ത സ്ത്രീ, പൂർണ്ണ വ്യക്തിത്വം എന്നെല്ലാമുള്ള നമ്മുടെ സങ്കല്പങ്ങളിൽ തന്നെ, ആധുനിക മനുഷ്യ സങ്കല്പത്തിൽ തന്നെ അപരനിരാസത്തിൻ്റെ യുക്തി അടങ്ങിയിരിക്കുന്നു. ഈ യുക്തിയോടാണ് ഗാന്ധി അടഞ്ഞത്. ഈ യുക്തിയെക്കുറിച്ചാണ് ഗാന്ധി പറഞ്ഞത്, മനുഷ്യരിൽ സഹജമായി താനല്ലാത്തതിന് വേണ്ടി നിലക്കൊള്ളാനുള്ള ആന്തരിക ശേഷി ഉണ്ട് എന്നിരിക്കെ, പരിത്യാഗശേഷി ഉണ്ട് എന്നിരിക്കെ, ആ പരിത്യാഗശേഷിയെ മാറ്റിവെച്ച് മനുഷ്യരിലുള്ള സ്വാർത്ഥത്തെ മാനുഷികതയുടെ കേന്ദ്രമായി സങ്കല്പിക്കുകയും എല്ലാവരും എല്ലാവർക്കും എതിരായി തീരുന്ന ഒന്നാണ് സമൂഹമെന്ന യുക്തിയിൽ ആ സമൂഹത്തിൻ്റെ മുകളിൽ ഭരണകൂട അധികാരത്തെ പ്രതിഷ്ഠിക്കുകയുമാണ് പാശ്ചാത്യ നാഗരികത ചെയ്തത്. അതുകൊണ്ടാണ് പാശ്ചാത്യ നാഗരികതയെക്കുറിച്ച് ഗാന്ധിയോട് ചോദിച്ചൊരു ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ ഗംഭീരായ മറുപടിയുണ്ട്. നാളെ ഗാന്ധിയുടെ രക്തസാക്ഷിത്താണ്. ഫാഷിസ്റ്റുകൾ കൊല ചെയ്തതാണ്. ആ കൊലയ്ക്ക് പിന്നിൽ ഈ കാരണം കൂടിയുണ്ട്. ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട്, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് വെസ്റ്റേൺ സിവിലൈസേഷൻ? ഗാന്ധി പറഞ്ഞു, ദാറ്റ് മേ ബി എ ഗുഡ് ഐഡിയ. അദ്ദേഹം അതൊരു സിവിലൈസേഷൻ നിലനിൽക്കുന്നുണ്ടെന്ന് കരുതുന്നില്ല. കാരണം മനുഷ്യരിലുള്ള അടിസ്ഥാനപരമായ ഈ പങ്കുവയ്പ്പിനെ അദ്ദേഹം ഉപയോഗിക്കുന്നത് സാക്രിഫിഷ്യൽ പൊട്ടൻഷ്യൽ, പരിത്യാഗശേഷി. നോക്കൂ, ഈ പരിത്യാഗമാണ് ലോകത്തെ ഇവിടെ വരെ എത്തിച്ചത്. എങ്ങു മനുഷ്യന് ചങ്ങല കയ്യിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുന്നു, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നു. അത് പരിത്യാഗബോധം കൊണ്ടുവരുന്നതാണ്. ആർക്കോ അടിയേക്കുമ്പോൾ എനിക്ക് വേദനിക്കുന്നത്, പലസ്തീനിലെ ബോംബിങ് നമ്മെ പ്രയാസപ്പെടുത്തുന്നത് ഈ പരിത്യാഗശേഷി കൊണ്ടാണ്. ഈ പരിത്യാഗശേഷി മനുഷ്യരിൽ സഹജമായി ഉണ്ടെന്നിരിക്കെ, ആ പരിത്യാഗശേഷിയിലാണ് മനുഷ്യരുടെ സ്നേഹവാത്സല്യങ്ങൾ വേരാഴ്ത്തി നിൽക്കുന്നത് എന്നിരിക്കെ, മനുഷ്യപ്രകൃതത്തിലെ ഈ അടിസ്ഥാന മൂല്യത്തിനെതിരെ മനുഷ്യനെ ഒരു എക്സ്ക്ലൂസീവ് എൻറ്റിറ്റിയായി, താനല്ലാത്ത എല്ലാറ്റിനെയും പുറന്തള്ളുന്ന ഒരു പ്രവർജക ശക്തിയായി മനുഷ്യനെ കാണുകയാണ് പാശ്ചാത്യ നാഗരികത ചെയ്തത്. മാർക്സ് വേറൊരു നിലയിൽ ഇത് പറയുന്നു, മാൻ ഈസ് ആൻ എൻസംബിൾ ഓഫ് സോഷ്യൽ റിലേഷൻസ്. എന്താണ് മനുഷ്യൻ? അത് കേവല സത്തയല്ല, സമൂഹബന്ധങ്ങളുടെ ഒരു സമുച്ചയമാണ്. സമൂഹബന്ധങ്ങളുടെ ആകത്തുകയിൽ പങ്കുവയ്ക്കപ്പെട്ടുണ്ടായതാണ് മനുഷ്യൻ. ഒറ്റതിരിഞ്ഞ വ്യക്തി ഒരു അസാധ്യതയും അസംബന്ധവുമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ പാശ്ചാത്യ ആധുനികത ജന്മം നൽകിയ മനുഷ്യസങ്കല്പത്തിൽ ഈ അപരനിരാസത്തിൻ്റെ യുക്തി ആഴത്തിൽ വേരുപിടിച്ചിരിക്കുന്നു എന്നും, ഈ അപരനിരാസത്തിൻ്റെ യുക്തിയാണ് അതിൻ്റെ രാഷ്ട്രരൂപം ആർജിക്കുമ്പോൾ ഒരു ഫാഷിസ്റ്റ് രാഷ്ട്രമായി തീരുന്നത് എന്നുമാണ് അഡോണോ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം. അതുകൊണ്ട് വാസ്തവത്തിൽ ജാതിബന്ധങ്ങൾ ചെയ്യുന്നത് എന്താണ്? അംബേദ്കർ അവസാനം ബുദ്ധനിലേക്ക് തിരിഞ്ഞെത്തുകയും മൈത്രി എന്നതിനെ ഒരു എത്തിക്കോ പൊളിറ്റിക്കൽ കാറ്റഗറിയായി, ഒരു നൈതിക രാഷ്ട്രീയ സംവർഗമായി വികസിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഇതാണ്. ജാതിബന്ധങ്ങൾ എന്താണ് ചെയ്യുന്നത്? അത് തങ്ങളല്ലാത്തതിനെ മുഴുവൻ പുറന്തള്ളുന്നു. അതുകൂടി ചേർന്നാണ് ഞാൻ, അപരം കൂടി ചേർന്നതാണ് ഞാൻ. ആത്മമെന്നതൊരു അപരബന്ധമാണ്. കേരളത്തിൽ ഇത് പറഞ്ഞുകൊണ്ടേയിരുന്ന ഒരാൾ ഗുരുവാണ്. ഗുരു എപ്പോഴും അപരമെന്ന വാക്കിനെ ആത്മത്തോട് ബന്ധിപ്പിച്ചു. കേവലമായ ഒരു ആത്മമില്ല, അപരപ്രിയ ഹേതുത്വത്തിലാണ് ആത്മം നിലനിൽക്കുക എന്ന് പറയുകയും, ഈ അപരപ്രിയത്വത്തെ നിങ്ങളൊരനുഭൂതിയായി അനുഭവിക്കുമ്പോൾ അത് അനുകമ്പയായി തീരും എന്ന് പറയുകയും ചെയ്തു. ഈ അനുകമ്പ എന്നത് ബുദ്ധൻ മുമ്പോട്ട് വെച്ച മൈത്രിയുടെ അനുഭവ മൂല്യത്തെ ഗുരു ആവിഷ്കരിച്ച ഒരു സന്ദർഭമാണ് എന്ന് കൂടി ഇന്ന് വേണമെങ്കിൽ നോക്കിയാൽ കാണാം.
പരമാർത്ഥമുറച്ചു തേർവിടും പൊരുളോ ഭൂതദയാ ക്ഷമാബ്ധിയോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ എന്നെല്ലാം അദ്ദേഹം ലഭ്യമായ എല്ലാ ദൈവഭാവനകളെയും അനുകമ്പയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അനുകമ്പ ദശകത്തിൽ പ്രധാനപ്പെട്ട ഒരു വരിയുണ്ട്, അരുളൻപ് അനുകമ്പ മൂന്നിനും പൊരുളൊന്നാണ് ഇത് ജീവതാരകം അരുളുള്ളവനാണ് ജീവി എന്നുരുവിട്ടിയിടുക ഈ നവാക്ഷരി എന്ന് പറയും. അരുളൻപ് അനുകമ്പ, അരുൾ എന്ന് പറയുന്നത് പ്രാപഞ്ചികമായി പ്രപഞ്ചത്തിൻ്റെ സാർവത്രികതയെക്കുറിച്ചുള്ള നിങ്ങളുടെ തിരിച്ചറിവാണ്. അൻപ് എന്നുള്ളത് സ്നേഹമാണ്. അരുളും അൻപും അനുകമ്പയും ഒന്നാണ്. പക്ഷെ അൻപും അനുകമ്പയും തമ്മിലുള്ള മൗലികമായ ഒരു വ്യത്യാസം, അൻപ് എന്നത്, സ്നേഹമെന്നത് അതിൻ്റെ കേന്ദ്രത്തിൽ നിങ്ങളാണ്, നിങ്ങൾക്ക് മറ്റൊന്നിനോട് തോന്നുന്ന സ്നേഹമാണ്. അനുകമ്പയാകട്ടെ മറ്റൊരാളുടെ ദുഃഖത്തിൽ സഹതപിക്കാനും ആ ദുഃഖത്തെ സ്വന്തം ദുഃഖമായി അനുഭവിക്കാനുമുള്ള സന്നദ്ധതയുടെ പേരാണ്. അൻപിൻ്റെ ഹൃദയം കേന്ദ്രം ഞാനാണെങ്കിൽ അനുകമ്പയുടെ കേന്ദ്രം അപരമാണ്. ഇതാണ് അൻപും അനുകമ്പയും തമ്മിലുള്ള മൗലികമായ വ്യത്യാസം. അതുകൊണ്ട് അരുളുള്ളവനാണ് ജീവി എന്ന് പറഞ്ഞതിന് ശേഷവും ഗുരു തൻ്റെ കൃതിക്കിട്ട പേര് അനുകമ്പാ ദശകം എന്നാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ അനുകമ്പ, മൈത്രി എന്നെല്ലാമുള്ള ഈ സങ്കല്പങ്ങൾ അടിസ്ഥാനപരമായി ഫാഷിസ്റ്റ് വിരുദ്ധതയുടെ രാഷ്ട്രീയത്തെ ആഴത്തിൽ സ്വാംശീകരിച്ച നൈതിക മൂല്യങ്ങളാണ്. ആ നൈതിക മൂല്യങ്ങളെ നമ്മുടെ സാമൂഹ്യ ഭാവനയുടെ കേന്ദ്രത്തിൽ ഉറപ്പിക്കുക എന്നുള്ളത് ഫാഷിസത്തിനെതിരായ സമരത്തിൻ്റെ സുപ്രധാനമായൊരു ഉള്ളടക്കമാണ്. ഫാഷിസത്തെ സൂക്ഷ്മത്തിൽ നോക്കിയ മനുഷ്യർ ഇത് പല നിലകളിൽ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കാലം അത് നമ്മോട് കൂടുതൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. 1950കളിൽ നെഹ്റു ഗവൺമെൻറ്റിൽ നിന്ന് രാജിവെച്ചതിന് ശേഷമാണ് അംബേദ്കർ ബുദ്ധനെക്കുറിച്ചുള്ള തൻ്റെ ആലോചനകളിലേക്ക് വീണ്ടും മടങ്ങി വരുന്നത്. അദ്ദേഹത്തിൻ്റെ ആലോചനകളിൽ ആദ്യം മുതൽ ബുദ്ധനുണ്ടെങ്കിലും 20കളിലെ മഹദ് സത്യാഗ്രഹവും അതുമായി ബന്ധപ്പെട്ട സമരങ്ങളും, 30കളിൽ ഇന്ത്യൻ ലേബർ പാർട്ടി ഉണ്ടാക്കി ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന കാലവും, 40കളിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി നടത്തുന്ന സംവാദങ്ങളും വൈസ്രോയി കൗൺസിലിലെ അംഗത്വവും, പിന്നീട് നെഹ്റു ഗവൺമെൻറ്റിലെ മന്ത്രിസഭ അംഗം എന്ന നിലയ്ക്കുള്ള പ്രവൃത്തിയും, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്കുള്ള തൻ്റെ ഇടപെടലുകളും, ഇങ്ങനെ പല തട്ടുകളിൽ അദ്ദേഹം ജാതിവിരുദ്ധമായ തൻ്റെ പ്രവൃത്തികളെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു പ്രത്യേക ഘട്ടത്തിലാണ്, 50കൾക്ക് ശേഷമാണ് അദ്ദേഹം ബുദ്ധനിലേക്ക് വീണ്ടും തിരിയുകയും ഈ ആശയത്തെ തൻ്റെ സാമൂഹ്യാലോചനയുടെ കേന്ദ്രമാക്കുകയും ചെയ്തത്. അവിടെ അംബേദ്കർ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഡെമോക്രസി ഈസ് നോട്ട് എ ഫോം ഓഫ് ഗവൺമെൻറ്, ഡെമോക്രസി ഈസ് എ ഫോം ഓഫ് ലിവിങ്. ജനാധിപത്യം ഒരു ഭരണകൂട രീതിയല്ല, ഒരു ജീവിത രീതിയാണ്. ആ ജീവിത രീതിയുടെ അടിസ്ഥാനം എന്താണ്? ഇറ്റ് ഈസ് എസെൻഷ്യലി ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് റെസ്പെക്റ്റ് ആൻഡ് റെവറൻസ് ടുവേഡ്സ് വൺസ് ഫെല്ലോ മെൻ. തൻ്റെ സഹജാതരോടുള്ള, സഹജീവികളോടുള്ള ആദരവും കരുതലുമാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റിൽ ജനാധിപത്യം എന്നതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് അംബേദ്കർ പറയുന്നൊരു കാര്യം, അത് ഭൂരിപക്ഷ ഹിതത്തിൻ്റെ നിർവഹണമല്ല. ഭൂരിപക്ഷ ഹിതത്തിൻ്റെ നിർവഹണം ജനാധിപത്യത്തെ തന്നെ ഫാഷിസാക്കാം. ഫാഷിസ്റ്റുകൾ ലോകത്ത് വിജയം നയിച്ചത് ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയോടെയാണ് പലയിടത്തും. മറിച്ച് ജനാധിപത്യം എന്നത് വ്യത്യസ്തരായിരിക്കാനും ആ വ്യത്യസ്തതയുടെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കാനുമുള്ള അവകാശത്തിൻ്റെ പേരാണ്. നോക്കൂ, ഭൂരിപക്ഷത്തിൻ്റെ ഹിതം നടപ്പാക്കപ്പെടുന്നുണ്ടോ എന്നതല്ല, ഭൂരിപക്ഷത്തിൻ്റെ ഹിതത്തിനെതിരായ നിലപാടുകൾ, വീക്ഷണഗതികൾ, ജീവിത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഒരു സമൂഹം എത്രത്തോളം കെൽപ്പുള്ളതാണ് എന്നതിലാണ് ജനാധിപത്യം നിലനിൽക്കുന്നത്, ഭൂരിപക്ഷ ഹിതത്തെ ആവിഷ്കരിക്കുന്നതിലല്ല. അതുകൊണ്ട് ഭൂരിപക്ഷമല്ല ജനാധിപത്യത്തിൻ്റെ കാതൽ, മറിച്ച് ഭൂരിപക്ഷേതരമായ വീക്ഷണങ്ങൾക്ക് ആ സമൂഹത്തിൽ എത്ര വിലയുണ്ട്, എത്ര നെക്കക്കള്ളിയുണ്ട് എന്നതാണ്. ഈ സങ്കല്പമാണ് ജനാധിപത്യത്തെക്കുറിച്ച് അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ആ ഘട്ടത്തിലാണ് അദ്ദേഹം ജനാധിപത്യത്തിൻ്റെ കാതൽ 3 വാക്കുകളാണ് എന്ന് പറയുന്നത്.
എൻ്റെ ജനാധിപത്യ ദർശനത്തെ 3 വാക്കുകൾ കൊണ്ട് സംഗ്രഹിക്കാമെന്ന് അദ്ദേഹം പറയുന്നു. അത് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നീ 3 വാക്കുകളാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, സ്വാതന്ത്ര്യമില്ലാത്ത സമത്വമോ സമത്വമില്ലാത്ത സ്വാതന്ത്ര്യമോ നിരർത്ഥകമാണ്. സ്വാതന്ത്ര്യമില്ലാത്ത സമത്വമില്ലാത്ത സ്വാതന്ത്ര്യം മഹാഭൂരിപക്ഷത്തെ ചൂഷണം ചെയ്യാൻ ന്യൂനപക്ഷത്തിനുള്ള ചുരുക്കം ആളുകൾക്കുള്ള അവകാശമാണ്. സ്വാതന്ത്ര്യമില്ലാത്ത സമത്വമാകട്ടെ വ്യക്തികളുടെ ഇച്ഛകൾക്ക് ഇടം കിട്ടാത്ത ഒന്നാണ്. അതുകൊണ്ട് ഇവ രണ്ടും പരസ്പര പൂരകമാണ്. ഇവ രണ്ടും ചേർന്നേ നിലനിൽക്കൂ. പക്ഷെ പിന്നീട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അങ്ങനെ ഇവ പരസ്പര പൂരകമാണ് എന്ന് തോന്നുമെങ്കിലും വാസ്തവത്തിൽ സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും ഇടയിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. കാരണം എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ നിരുപാധികമായ ആവിഷ്കാരം സാമൂഹികമായ സമത്വത്തെ ദുർബലപ്പെടുത്തും. സാമൂഹികമായ സമത്വഭാവനയുടെ ബലം പ്രയോഗത്തിലൂടെയുള്ള അടിച്ചേൽപ്പിക്കൽ അത് വ്യക്തികളുടെ സ്വാതന്ത്ര്യ ഭാവനയെ ദുർബലപ്പെടുത്തും. അതുകൊണ്ട് പരസ്പര പൂരകമായിരിക്കുമ്പോൾ തന്നെ പരസ്പര വിരുദ്ധവുമാണ് സ്വാതന്ത്ര്യവും സമത്വവും. ഈ വൈരുദ്ധ്യത്തെ എങ്ങനെ പരിഹരിക്കാം എന്നതാണ് ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആ പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ടാണ് അംബേദ്കർ പറഞ്ഞത്, ജനാധിപത്യം ആഴത്തിൽ നിലനിൽക്കണമെങ്കിൽ സമൂഹത്തിൽ സാഹോദര്യ ഭാവന നിലീനമാകണം. കാരണം എൻ്റെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സമത്വത്തെ തടസ്സപ്പെടുത്തരുതെന്ന്, എൻ്റെ സമഭാവനാ സങ്കല്പം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിന് വിഘാതമാകരുത് എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ സാഹോദര്യത്തെ ഒരു നൈതിക രാഷ്ട്രീയ മൂല്യമായി ഉറപ്പിച്ചെടുക്കാൻ ആ സമൂഹത്തിന് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് സാഹോദര്യം എന്ന വാക്കാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ. അത് സമത്വമോ സ്വാതന്ത്ര്യമോ അല്ല. അതിൻ്റെ കാതൽ സാഹോദര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റുകളിൽ പറയുന്നുണ്ട്. 53-ലാണ് ഈ സാഹോദര്യം എന്ന വാക്കിനെ കുറിച്ച് അദ്ദേഹം പിന്നീട് പറഞ്ഞത്. നിങ്ങൾ കരുതുന്നുണ്ടാവും, യു മേ തിങ്ക് ദാറ്റ് ഐ ബോറോഡ് ദ കൺസെപ്റ്റ് ഓഫ് ഫ്രറ്റേണിറ്റി ഫ്രം ദ ഫ്രഞ്ച് റവല്യൂഷൻ. ദാറ്റ് ഈസ് നോട്ട് ട്രൂ. ഞാൻ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് ഈ ആശയം കടമെടുത്തു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. അത് ശരിയല്ല. ഞാൻ ഈ ആശയം സ്വീകരിച്ചിട്ടുള്ളത് എൻ്റെ നാഥനായ ബുദ്ധനിൽ നിന്നാണ് എന്ന് പറയും. കൂടുതൽ ശരിയായ വാക്ക് മൈത്രി എന്ന വാക്കാണ്. സാഹോദര്യം എന്ന വാക്ക്, അതിന് അദ്ദേഹം പറയുന്ന മൗലികമായൊരു വിശദീകരണമുണ്ട്. സാഹോദര്യം എന്നത് വാസ്തവത്തിൽ മനുഷ്യർക്കിടയിൽ സാധ്യമായ ഒന്നാണ്. മൈത്രി ആകട്ടെ പ്രാപഞ്ചികമാണ്. മൈത്രി ആമട്ടിൽ പ്രാപഞ്ചികമാണ്. വേണമെങ്കിൽ ഓർക്കാവുന്ന ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ഞാൻ ചണ്ടാലഭിക്ഷയിൽ ആശാൻ എഴുതിയ ഒരു വരി വായിക്കാം. എന്നെ തുടർന്നെഴും നീണ്ട ജന്മ പൊന്നോമൽ ചങ്ങല തൻ്റെ പിന്നിലെ കണ്ണി ഓരോന്നിൽ പൊങ്ങി മിന്നി എന്നെ തന്നെ കാണുന്നു. എനിക്ക് പിന്നാലെ വരുന്ന, എനിക്ക് മുമ്പേ പോയ ജന്മപരമ്പരകളുടെ ഈ ശൃംഖലയിൽ ഞാൻ കാണുന്നത് എന്നെ തന്നെ. ഈ കാഴ്ചയുടെ പേരാണ് മൈത്രി എന്നത്. എന്നെ തുടർന്നെഴും നീണ്ട ജന്മ പൊന്നോമൽ ചങ്ങല തൻ്റെ പിന്നിലെ കണ്ണി ഓരോന്നിൽ പൊങ്ങി മിന്നി എന്നെ തന്നെ കാണുന്നു. ആശാൻ വീണപൂവിൽ എഴുതുന്നു, ഒന്നല്ലി നാമയി സഹോദരരല്ലി പൂവേ, ഒന്നല്ലി കയ്യിഹ ചമച്ചതു നമ്മയെല്ലാം. ചണ്ടാലഭിക്ഷയിൽ അദ്ദേഹം ആശയം പിന്നെയും മടങ്ങി വരുന്നുണ്ട്. എല്ലാ കൃമികളും പോലെ ജനിച്ചില്ലാതാം മർത്യരെയെല്ലാം കല്യമാം കർമ്മനിയതി കരപല്ലവൻ താൻ ചെയ്യുകയല്ലേ. എല്ലാ കൃമികീടങ്ങളെയും പോലെ ജനിച്ച് ചത്തൊടുങ്ങിപ്പോകുന്ന മനുഷ്യരെയും ഏതോ ഒരു കൈയല്ലേ ചമയ്ക്കുന്നത്. നോക്കൂ, വീണപൂവിൽ തുടങ്ങുന്ന ഈ അനുഭവ മൂല്യത്തെ അതിൻ്റെ ഉച്ചസ്ഥാനത്തേക്ക് ചണ്ടാലഭിക്ഷകി വികസിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ അംബേദ്കറിൽ പിന്നീട് നമ്മൾ ഈ ആശയത്തെ മറ്റൊരു നിലയിൽ കാണുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് മൈത്രി. അദ്ദേഹം മൈത്രിയെ വിശദീകരിക്കുന്നത് 4 മൂല്യങ്ങൾ ചേർത്താണ്. ഒന്ന്, സർവ്വതിനോടുമുള്ള, സർവചരാചരങ്ങളോടുമുള്ള നിരുപാധികമായ സ്നേഹം. 2, എല്ലാറ്റിനോടുമുള്ള തുറസ്. 3, തനിക്ക് കൈവന്ന ആനന്ദം മറ്റെല്ലാവർക്കും കൈവരണമെന്ന സമർപ്പണ ബോധം. 4, ഒന്നിനോടുമുള്ള വെറുപ്പില്ലായ്മ. ഈ 4 മൂല്യങ്ങളാണ് മൈത്രി എന്നും
ഈ മൈത്രിയാണ് സാഹോദര്യ ഭാവനയേക്കാൾ ബലിഷ്ഠമെന്നും ഒരുപക്ഷെ സാഹോദര്യത്തിൻ്റെ തന്നെ അടിത്തറയാകാൻ കഴിയുന്നത് ഈ മൈത്രി ഭാവത്തിനാണെന്നും ഈ മൈത്രിയാണ് മനുഷ്യർക്കിടയിലുള്ള നാനാതരത്തിലുള്ള വിഭജന യുക്തികൾക്കെതിരെ ഏകഭാവനയുടെ ഒരു വിശാല ലോകത്തെ രൂപപ്പെടുത്തുന്നത് എന്നുമാണ് അംബേദ്കർ പറയാൻ ശ്രമിച്ചൊരു കാര്യം. ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഗുരുവിലാകട്ടെ, മാർക്സിലാകട്ടെ, അംബേദ്കറിലാകട്ടെ, ഈ മൈത്രി സങ്കല്പത്തിൻ്റെ പല ഭാവങ്ങളിലാകട്ടെ നാം കാണുന്ന അടിസ്ഥാനപരമായ ഒരു ഘടകം മനുഷ്യനെ ബന്ധങ്ങളായി കാണുക എന്നതാണ്, പങ്കുവയ്ക്കലുകളായി കാണുക, തന്നിൽ നിന്ന് താനല്ലാത്തതിലേക്ക് സംക്രമിക്കുന്ന, താനല്ലാത്തതിൽ നിന്ന് തന്നിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു ജീവചൈതന്യമായി തന്നെ കാണുക. ആ ജീവചൈതന്യമാണ് മൈത്രിയുടെ ആധാരമായി തീരുന്നത്. അതുകൊണ്ട് മൈത്രി എന്നത് ഞാൻ ലോകത്തോട് പുലർത്തുന്ന ഒരു സഹഭാവത്തിൻ്റെ ഔദാര്യ ബുദ്ധിയുടെയോ പേരല്ല. മൈത്രി എന്നത് സാമൂഹികമായ ഒരു ഉണ്മയാണ് താനെന്ന തിരിച്ചറിവിൽ നിന്ന് പ്രാപഞ്ചികമെന്ന് പോലും വിളിക്കാവുന്ന വിശാലതയിലേക്ക് തന്നെ ഉയർത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ധാർമ്മിക ബോധ്യത്തിൻ്റെ പേരാണ് മൈത്രി എന്നത്. ഈ ധാർമ്മിക ബോധ്യത്തിലെ ഫാഷിസത്തെ നിങ്ങൾക്ക് ചെറുക്കാൻ പറ്റും. കാരണം ഫാഷിസം അടിസ്ഥാനപരമായി അല്ലാത്തതിനെ മുഴുവൻ വകഞ്ഞു മാറ്റാനുള്ള, അതിനോട് മുഴുവൻ തർക്കിക്കാനുള്ള, അതിനെ പരാജയപ്പെടുത്തി തൻ്റെ വിജയം ഉറപ്പിക്കാനുള്ള ഒരു തരത്തിലുള്ള ആത്മകേന്ദ്രിതം മാത്രമായ ഭാവനയുടെ പേരാണ്, ആ പ്രവൃത്തിയുടെ പേരാണ്, ആ ഭരണകൂട യുക്തിയുടെ പേരാണ്. അത് ഫാഷിസ്റ്റ് ഭരണകൂടത്തിൽ മാത്രമല്ല, അപരനിരാസത്തിൽ അധിഷ്ഠിതമായ സർവ്വ പ്രവൃത്തികളിലും ഏറിയും കുറഞ്ഞും ഫാഷിസത്തിൻ്റെ ബീജരൂപങ്ങളുണ്ട്. ഈ അപരനിരാസത്തിൽ അധിഷ്ഠിതമായ എല്ലാ തരത്തിലുള്ള മനുഷ്യഭാവനകൾക്കുമെതിരെയുള്ള ഒരു രാഷ്ട്രീയ സങ്കല്പനം എന്ന നിലയിലാണ് മൈത്രിയെ അംബേദ്കർ അവസാന ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത്. DR നാഗരാജ് അംബേദ്കറും ഗാന്ധിയും തമ്മിലുള്ള വിനിമയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പ്രബന്ധങ്ങളിൽ ഒന്നിൽ പറയുന്നത്, ആത്മബോധത്തെ ആഴത്തിൽ ഉറപ്പിച്ചെടുക്കാൻ ശ്രമിച്ച, അതുവഴി പ്രതിരോധത്തിൻ്റെ ഒരു ബലിഷ്ഠ രൂപത്തെ ഉണ്ടാക്കാൻ ശ്രമിച്ച അംബേദ്കറുടെ രാഷ്ട്രീയ കാര്യപരിപാടി നിശ്ചയമായും പ്രധാനവും ശരിയുമായിരുന്നു എങ്കിലും അപരത്തെ കൂടി ഉൾക്കൊള്ളുകയും അപരത്തിൻ്റെ ആത്മപരിവർത്തനം കൂടി തൻ്റെ വിമോചന സങ്കല്പത്തിൻ്റെ കേന്ദ്രത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാതെ വാസ്തവത്തിൽ നിങ്ങൾക്ക് സാമൂഹ്യ വിമോചനത്തെ സമ്പൂർണ്ണമാക്കാൻ കഴിയില്ല എന്നാണ്. മാർക്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, തൊഴിലാളി വർഗത്തിൻ്റെ വിമോചനം തൊഴിലാളി വർഗത്തിൻ്റെ മാത്രം വിമോചനമല്ല. തൊഴിലാളി വർഗത്തിൻ്റെ വിമോചനം അപമാനവീകരിക്കപ്പെട്ട മുതലാളിയുടെയും വിമോചനമാണ്. മറ്റൊരാളുടെ അധ്വാനത്തെ ചൂഷണം ചെയ്ത് ആ കൊള്ള മുതലിൻ്റെ മുകളിൽ തൻ്റെ ജീവിതം കെട്ടിപ്പടുക്കുന്ന ബൂർഷ്വാസി വാസ്തവത്തിൽ മനുഷ്യാവസ്ഥയിൽ നിലംപൊത്തിയവരാണ്, മനുഷ്യാവസ്ഥയുടെ മഹിമയിൽ നിന്ന് നിലംപതിച്ചവരാണ്. ആ നിലംപതിച്ച മനുഷ്യാവസ്ഥയുടെ ഉന്നത സ്ഥാനത്ത് നിന്ന് താഴേക്ക് പോയ മുതലാളിത്തത്തെയും മാനുഷികതയുടെ ഉച്ചസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്ന പണിയാണ് വാസ്തവത്തിൽ തൊഴിലാളി വർഗ വിപ്ലവത്തിൻ്റെ പൂർത്തീകരണമെന്ന് മാർക്സ് പറയുന്നുണ്ട്. അതല്ലാതെ മുതലാളിത്തത്തെ റദ്ദാക്കി അതിനെ ഹീനമായി എന്നേക്കുമായി ഇല്ലാതാക്കി അവരെ കൊന്നൊടുക്കി മുന്നേറുന്നൊരു വിജയമായിട്ടല്ല, മനുഷ്യവംശത്തിൻ്റെ സാർവത്രിക വിമോചനത്തിൻ്റെ വഴിയാണ് ഈ വിപ്ലവമെന്ന് മാർക്സ് നിരീക്ഷിക്കുന്നുണ്ട്. ഏതാണ്ട് സമാനമായ രൂപത്തിൽ നാഗരാജ് പറയുന്നത്, ഈ മറുഭാഗത്തെ കൂടി ആത്മവിശുദ്ധീകരണത്തിൻ്റെ വഴിയിലേക്ക് കടത്തിക്കൊണ്ടല്ലാതെ വാസ്തവത്തിൽ നിങ്ങൾക്ക് ഈ വിമോചനത്തെ അതിൻ്റെ അന്ത്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ പറ്റില്ല. ആ അന്ത്യസ്ഥാനത്തേക്കുള്ള യാത്രയിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സങ്കല്പം എന്ന നിലയിലാണ് മൈത്രി എന്ന ആശയത്തെ അംബേദ്കർ മുമ്പോട്ട് വച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന പടവുകളിൽ 20കളിലെ മഹത് സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള സമരങ്ങൾ, 30കളിലെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ, ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടിയുടെ രൂപീകരണം, പിന്നാലെ വന്ന SC/ST ഫെഡറേഷൻ്റെ രൂപീകരണം, 40കളിൽ ബ്രിട്ടീഷ് ഭരണകൂടവുമായി സഹകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ദളിത് ജനതയുടെ വിമോചനത്തിനായി നടത്തിയ നാനാതരത്തിലുള്ള പരിശ്രമങ്ങൾ, കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, നെഹ്റു മന്ത്രിസഭയിലെ പങ്കാളിത്തം, ഇങ്ങനെ പല പടവുകൾ പിന്നിട്ടെത്തിയ യാത്രയുടെ ഒരു സവിശേഷ ഘട്ടത്തിലാണ് അദ്ദേഹം മൈത്രി എന്ന ആശയത്തെ തൻ്റെ രാഷ്ട്രീയ ദർശനത്തിൻ്റെ ഹൃദയത്തിലേക്ക്
കൊണ്ടുപോകുന്നത്. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ജനാധിപത്യത്തെ ആധുനിക മുതലാളിത്തം, ആധുനികത ജനാധിപത്യത്തെ കൈകാര്യം ചെയ്തതിൻ്റെ സവിശേഷതയെക്കുറിച്ച് സമീർ അമീൻ അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങളിൽ ഒരിടത്ത് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ജനാധിപത്യം എന്നത് രണ്ട് വലിയ മുദ്രാവാക്യങ്ങൾ, രണ്ട് വലിയ വിപ്ലവങ്ങൾക്ക് ലോകം ജനാധിപത്യത്തിൻ്റെ ഘട്ടത്തിൽ സാക്ഷ്യം വഹിച്ചു. അതിലൊന്ന് ഫ്രഞ്ച് വിപ്ലവമായിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അടിസ്ഥാന മുദ്രാവാക്യം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയായിരുന്നു. ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നത് ബൂർഷ്വാസി ഉയർത്തിയ മുദ്രാവാക്യമാണെങ്കിലും ബൂർഷ്വാസി ആ മുദ്രാവാക്യത്തെ ഏറ്റെടുക്കില്ല. കാരണം സാഹോദര്യം എന്ന മുദ്രാവാക്യത്തെ, സമത്വം എന്ന മുദ്രാവാക്യത്തെ ബൂർഷ്വാസി നേരിട്ട് ഏറ്റെടുത്താൽ പിന്നെ ബൂർഷ്വാസി നിലനിൽക്കില്ല. അതുകൊണ്ട് വിളിച്ച മുദ്രാവാക്യം സാക്ഷാത്കരിക്കാൻ ചരിത്രപരമായി കഴിയാത്തൊരു സാമൂഹ്യ വിഭാഗമാണ് ബൂർഷ്വാസി എന്ന് സമീർ അമീൻ പറയും. മറിച്ച് ബൂർഷ്വാസി സാക്ഷാത്കരിച്ചത് അമേരിക്കൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അമേരിക്കൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നല്ല, മറിച്ച് ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി എന്നതാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്തിനുള്ള സ്വാതന്ത്ര്യമാണ്? എല്ലാ മനുഷ്യർക്കും സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യമാണ്. എല്ലാ മനുഷ്യർക്കും സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യം മാത്രമായി സ്വാതന്ത്ര്യം എന്ന സങ്കല്പത്തെ ചുരുക്കുകയും സ്വത്തുടമസ്ഥതയ്ക്ക് എല്ലാ മനുഷ്യരും അർഹരാണ്, പക്ഷേ സ്വത്തിൻ്റെ സമതുലിതമായ വിതരണത്തിന് സമൂഹത്തിന് അധികാരമില്ല എന്ന് പറയുന്നതോടെ സ്വാതന്ത്ര്യം വാസ്തവത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ വിരുദ്ധ ദശയിലേക്ക് നീങ്ങുന്ന, അംബേദ്കറുടെ ഭാഷയിൽ പറഞ്ഞാൽ സമത്വമില്ലാത്ത സ്വാതന്ത്ര്യം, മഹാഭൂരിപക്ഷത്തെ കൊള്ളയടിക്കാനുള്ള ന്യൂനപക്ഷത്തിൻ്റെ വിശേഷ അവകാശം മാത്രമായി ചുരുങ്ങിപ്പോകുന്ന ഒന്നായിത്തീരും. അങ്ങനെ വിശേഷ അവകാശം കൈയാളിയ ഒരു കൂട്ടം അതിസമ്പന്നരുടെ അവകാശാധികാരങ്ങളുടെ ലോകമായി ഒരുപക്ഷെ മനുഷ്യവംശത്തിൻ്റെ ചരിത്രം അതിൻ്റെ എക്കാലത്തെയും വലിയ പതനത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്ന വാർത്തയിൽ ലോകത്തെ 5 അതിസമ്പന്നരുടെ കയ്യിലുള്ള മൊത്തം ആസ്തി ലോക ജനതയുടെ മൊത്തം സമ്പത്തിൻ്റെ 50% ആയിരിക്കുന്നു എന്ന് നമുക്കറിയാം. ലോകത്തെ മൊത്തം വരുന്ന 80% വരുന്ന പിന്നാക്ക സ്ഥാനത്തുള്ള മനുഷ്യരുടെ മൊത്തം സമ്പത്ത് ലോക സമ്പത്തിൻ്റെ 10% ആയിരിക്കുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ലോകത്തുണ്ടായിരുന്നതിൻ്റെ പല മടങ്ങ് അസമത്വത്തിലേക്ക് 21-ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭദശയിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. 1990-ൽ 3 ശതകോടീശ്വരന്മാരുണ്ടായിരുന്ന ഇന്ത്യയിൽ ഇന്ന് 130 ശതകോടീശ്വരന്മാരായിരിക്കുന്നു. 2050-ൽ അത് 200 ശതകോടീശ്വരന്മാരാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ലോക സമ്പദ്ഘടനയിലെ 5-ാമത്തെ സ്ഥാനം കൈയാളുന്ന രാജ്യമെന്ന് തമ്പേറ് മുഴങ്ങുന്ന ഇന്ത്യ ആഗോള പട്ടിണി സൂചികയിൽ 121 രാജ്യങ്ങളിൽ 111-ാമത്തെ സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. 2021-ൽ അത് 101-ാമത്തെ സ്ഥാനത്താണ്. 2022-ൽ അത് 107-ാമത്തെ സ്ഥാനത്താണ്. 2023-ൽ അത് 111-ാമത്തെ സ്ഥാനത്താണ്. പക്ഷെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നമ്മുടെ പങ്ക് 5-ാമത്തേതാണ്. 2030-ൽ അത് 3-ാമത്തെ സ്ഥാനത്തെത്തും എന്നാണ് മൂപ്പര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗത്ത് സമ്പത്ത് പെരുകിക്കൊണ്ടേയിരിക്കുകയും മറുഭാഗത്ത് പട്ടിണി സൂചികയിൽ നാം പിന്നാക്കം പോവുകയും ചെയ്യുന്നു. ഒരു ഭാഗത്ത് നമ്മുടെ വ്യാവസായികത കുതിച്ചുയരുകയും മറുഭാഗത്ത് മനുഷ്യ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത്രമേൽ അർത്ഥശൂന്യമായി തീരുകയും ചെയ്യുന്നു. ഭൂരിപക്ഷ ഹിതം എന്നത് ഫാഷിസം തന്നെയായി തീരുന്നു. അങ്ങനെ നിരാസത്തിൻ്റെ ഒരായുധമായി, അതിനുള്ള ഒരു പടക്കോപ്പായി ജനാധിപത്യത്തിൻ്റെ ഒരു പുറന്തൊണ്ടിനെ ഉപയോഗപ്പെടുത്തുന്ന ഫാഷിസത്തിൻ്റെ നടത്തിപ്പ് കാലത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ പാർലമെന്റ് സന്യാസിമാർ ഉദ്ഘാടനം ചെയ്യുകയും ക്ഷേത്രം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന അതിവിചിത്രമായ ഒരു സ്ഥിതിവിശേഷം സംജാതമായി.
അങ്ങനെ ജനാധിപത്യത്തിൻ്റെ എല്ലാ പുറംപൂച്ചകളും റദ്ദായി അപരവിദ്വേഷം എന്നതിനെ ജീവിതത്തിൻ്റെ സർവ്വതലങ്ങളിലേക്കും സന്നിവേശിപ്പിക്കാനുള്ള ഫാഷിസത്തിൻ്റെ, ഫാഷിസ്റ്റ് മനസ്സിൻ്റെ, ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ബീജരൂപങ്ങൾ നമുക്കിടയിലൊക്കെ നുഴഞ്ഞു കയറിയ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. നോക്കൂ, ഇത് ഭരണകൂടം കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല കേട്ടോ. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്കിടയിൽ പോലും ഈ അപരവിദ്വേഷം അതിൻ്റെ വേരുകൾ എത്രയോ ആഴ്ത്തിയിരിക്കുന്നു. നിങ്ങളിൽ നിന്ന് ഭിന്നമായ ഒരു അഭിപ്രായം ഒരാൾ ഉന്നയിച്ചാൽ അയാളെ ശത്രുവായി കാണണമെന്നും തർക്കത്തിൽ ഇല്ലാതാക്കണമെന്നും അഭിലഷിക്കുന്ന മനസ്സുകൾ പെരുകിക്കൊണ്ടേയിരിക്കുന്നു. നോക്കൂ, സമ്പൂർണ്ണ സാധർമ്മ്യം എന്നത് പ്രകൃതിക്കെതിരാണ്, പ്രകൃതി വിരുദ്ധമാണ്. നിങ്ങളൊരു മരത്തിലെ 100 ഇലകൾ നോക്കൂ, 100 ഇലകളും 100 തരമാണ്. ഒരിലയും 100% മറ്റൊരിലയുടെ ആവർത്തനമല്ല. വൈജാത്യം എന്നത് പ്രകൃതിയുടെ അടിസ്ഥാന ഭാവനയാണ്. ആ വൈജാത്യം പ്രകൃതി വിരുദ്ധമായ ഒന്നല്ല, വൈജാത്യമാണ് പ്രകൃതി സഹജം. ആ വൈജാത്യത്തിനുള്ളിലാണ് നമുക്ക് ഏകതയെ സൃഷ്ടിക്കാൻ കഴിയുക. ഫാഷിസ്റ്റുകൾ ചെയ്യുന്നത് ഈ വൈജാത്യത്തെ തുടച്ചു മാറ്റുക, വൈജാത്യം ശത്രുതയാണ് എന്ന് വരുത്തി തീർക്കുക. ഡിഫറൻസ് അതിൽ തന്നെ അന്റഗോണിസ്റ്റിക് ആണ്, ശത്രുതാപരമാണ്, നിർമ്മാർജ്ജനം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് വരുത്തി തീർക്കുക. നമ്മുടെ സംവാദങ്ങളുടെ രീതി നോക്കിയാൽ സംവാദാത്മകത പൂർണ്ണമായി നശിക്കുകയും പകരം വിദ്വേഷം പെരുകുകയും ചെയ്യും. പക നിറഞ്ഞ, പ്രതികാരം നിറഞ്ഞ, വെറുപ്പ് നിറഞ്ഞ വാക്യങ്ങൾ, പ്രയോഗങ്ങൾ, കൂട്ടം കൂടലുകൾ നമ്മുടെയൊക്കെ ജീവിതാന്തരീക്ഷത്തിലേക്ക് കടന്നു വരും. അഡോണോ പറഞ്ഞതുപോലെ എക്സ്ക്ലൂഷൻ ഓഫ് ദ അതർ, അനിഹിലേഷൻ ഓഫ് ദ അതർ. അങ്ങനെ അപരത്തെ വകഞ്ഞു മാറ്റാനും അകരത്തെ ഇല്ലാതാക്കാനുമുള്ള ഫാഷിസത്തിൻ്റെ രാഷ്ട്രീയ യുക്തിക്ക് കൈവന്ന മേൽക്കോയ്മക്കെതിരെ മനുഷ്യ സാഹോദര്യത്തിൻ്റെ, സ്നേഹഭാവത്തിൻ്റെ, ചെറുത്തുനിൽപ്പിൻ്റെ വലിയൊരു രാഷ്ട്രീയത്തെയാണ് വാസ്തവത്തിൽ മൈത്രി എന്ന സങ്കല്പം ഉയർത്തിപ്പിടിക്കുന്നത്. അതൊരലങ്കാരവാക്യമല്ല, അതൊരു രാഷ്ട്രീയ മൂല്യമാണ്. ആ രാഷ്ട്രീയ മൂല്യത്തെയാണ് ആശാൻ സ്നേഹം എന്ന് വിളിച്ചത്. നോക്കൂ, സ്നേഹം എന്നതൊരു സ്വകാര്യ ഭാവനയല്ല. സ്നേഹം ഒരു സമൂഹത്തിൽ ആഴത്തിൽ വേരോടുന്ന അഗാധമായ പാരസ്പര്യബോധമാണ്. അതുകൊണ്ടാണ് ആശാൻ എഴുതുന്നത്, സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി നേടുന്നു, സ്നേഹം താൻ ശക്തി ജഗത്തിൽ, സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും, സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹവ്യാഹതി തന്നെ മരണം, സ്നേഹവ്യാഹതി തന്നെ മരണം, സ്നേഹം നരകത്തിൻ ദ്വീപിൽ സ്വർഗഗേഹം പണിയും പടുത്വം. ഈ നരകത്തെ സ്വർഗമാക്കാനുള്ള മനുഷ്യരുടെ വലിയ സമരായുധത്തിൻ്റെ പേരാണ് സ്നേഹം എന്നത്. ഇത് നമ്മെ എന്തു ബോധ്യപ്പെടുത്തുന്നു എന്നിടത്താണ് ആശാൻ മൈത്രിയെക്കുറിച്ച് പറഞ്ഞത്. അമ്മ തൻ നെഞ്ഞു ഞരമ്പിൽ തങ്ങി ചെമ്മേ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞ തൂവമൃതാക്കും. മൈത്രി ചോരയെ പാലാക്കും. ഏത് ദുരിതങ്ങളിൽ നിന്നും അതിനപ്പുറമുള്ള മനുഷ്യ മഹിമയെ ഉയർത്തിക്കൊണ്ടുവരും. യാതനകളുടെ പാതാളക്കുണ്ടിൽ നിന്ന് സാഹോദര്യഭാവത്തെ ഉയർത്തിക്കൊണ്ടുവരും. ആ മൈത്രിയെയാണ് ഒരുപക്ഷെ ഫാഷിസ്റ്റ് വിരുദ്ധമായ രാഷ്ട്രീയ ഭാവനയുടെ ഏറ്റവും പ്രബലമായ സമരായുധങ്ങളിലൊന്നായി ഉപയോഗിക്കാൻ കഴിയുക എന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊരലങ്കാര കൽപ്പനയായി അതിനെ ചുരുക്കി കാണാതെ അതിൻ്റെ രാഷ്ട്രീയാർത്ഥങ്ങളെ വികസിപ്പിക്കാനും ഒരുപക്ഷെ വ്യത്യസ്തതകൾക്കുള്ളിൽ പങ്കുവയ്പ്പിൻ്റെ വലിയൊരു ലോകത്തെ ഉയർത്തിക്കൊണ്ടുവരാനും നമുക്ക് കെൽപ്പുണ്ടാകണം എന്ന ആഗ്രഹം കൂടി നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. സുനിൽ പി ഇളയിടത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഭാഗമായി ചോദ്യങ്ങൾ, സംശയങ്ങളൊക്കെ ഉന്നയിക്കാൻ 10 മിനിറ്റ് സമയമുണ്ട്. എൻ്റെ പേര് ശാന്തൻ. ഈ സ്ത്രീയെ നിരസിക്കുമ്പോൾ, സാരി അവളുടെ അങ്ങനെ പറഞ്ഞല്ലോ, നിരസിക്കുമ്പോഴാണ് പുരുഷനായി മാറുന്നതെന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ സാഖ്യത്തിലും യോഗത്തിലുമൊക്കെ പറയുന്ന പുരുഷനാണോ ഉദ്ദേശിച്ചത്, അതോ? അല്ല, ആ അർത്ഥത്തിലല്ല. അത് പ്രാപഞ്ചികമായ മറ്റൊരു വലിയ അർത്ഥത്തിലാണല്ലോ ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇപ്പോൾ സ്ത്രീ പുരുഷൻ എന്ന നിലയിൽ മാത്രമല്ല, ഇപ്പോൾ യൂറോപ്പ്, നോൺ യൂറോപ്പ്, പ്രകൃതി,
ആ സംസ്കൃതി എന്നിങ്ങനെയുള്ള വിഭജനങ്ങളിലൊക്കെ വാസ്തവത്തിൽ ഈ ദ്വന്ദ്വം അല്ലെങ്കിൽ ഈ നിരാസം അടങ്ങിയിട്ടുണ്ട്. ഇപ്പം പ്രകൃതിയെക്കുറിച്ചുള്ള നമ്മുടെ അടിസ്ഥാന ഭാവന തന്നെ നോക്കൂ. പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ള എന്തോ ഒന്നാണ് എന്ന് കരുതാൻ തുടങ്ങുന്നു. ആ കരുതലിലാണ് വാസ്തവത്തിൽ പ്രകൃതി വിരുദ്ധതയുടെ, പ്രകൃതി ചൂഷണത്തിൻ്റെ ആധാരം. റൈമണ്ട് വില്യംസ് അദ്ദേഹത്തിൻ്റെ കീവേഡ്സിലെ പ്രകൃതി എന്ന വാക്ക് ചർച്ച ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നൊരു കാര്യം, പ്രകൃതി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പുറത്തുള്ള എന്തോ ഒന്നാണ് എന്നാണ് നാം കരുതുക. അതുകൊണ്ടാണ് പ്രകൃതി കാണാനായിട്ട് കാട്ടിൽ പോകേണ്ടി വരുന്നത്, കടപ്പുറത്ത് പോകേണ്ടി വരുന്നത്. വാസ്തവത്തിൽ പ്രകൃതി കൂടി പ്രവർത്തിച്ചിട്ടാണ് ഞാൻ. മാർക്സ് പറയുന്ന മനോഹരമായൊരു വാക്യമുണ്ട്, നേച്ചർ ഈസ് ദ ഇൻഓർഗാനിക് ബോഡി ഓഫ് ദ ഹ്യൂമൻ ബീയിങ്. മനുഷ്യൻ്റെ അജൈവ ശരീരമാണ് പ്രകൃതി. ജൈവ ശരീരം ഇത്, അജൈവ ശരീരം പ്രകൃതി എന്നല്ലാതെ പ്രകൃതി മറുപുറമല്ല. ആണിൻ്റെ മറുപുറമല്ല പെണ്ണ്, അച്ഛൻ്റെ വിപരീതമല്ല അമ്മ, മനുഷ്യൻ്റെ വിപരീതമല്ല പ്രകൃതി, സംസ്കൃതിയുടെ വിപരീതമല്ല പ്രകൃതി. പക്ഷെ നിർഭാഗ്യവശാൽ ആധുനിക യുക്തിയുടെ ഒരു ഡൈക്കോട്ടമി, അതിൻ്റെ ഒരു ദ്വന്ദ്വഭാവന ഇങ്ങനെ വിപരീതങ്ങളെ സൃഷ്ടിക്കുകയും അതിലൊരിടത്ത് നമ്മളെ സ്ഥാപിക്കുകയുമാണ് ചെയ്തത്. ആ വിപരീത ഭാവനയിലെ ഏറ്റവും ബലിഷ്ഠമായ ഒന്നാണ് ഈ അപരനിരാസം എന്നത്. അതാണ് പുരുഷനിൽ സ്ത്രീയല്ലാത്തത്, സ്ത്രീയിൽ പുരുഷനല്ലാത്തത് എന്ന നിലയിലുള്ള നാനാതരത്തിൽ. ഇപ്പം മുതിർന്നാളിൽ കുഞ്ഞില്ലല്ലോ, മുതിർന്നാളിൽ കുഞ്ഞുണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ കരുതുന്നു. അതുകൊണ്ടാണല്ലോ കുഞ്ഞുങ്ങളെ പോലെ പെരുമാറരുത് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ആശാൻ മഹത്വത്തിൻ്റെ ഒരു അടയാളം പറയുന്നുണ്ട് കേട്ടോ. ആശാൻ്റെ ഒരു കവിതയിൽ ആശാൻ പറയുന്നുണ്ട്, എന്താണ് മഹിമ. ദിവാകര യോഗിയെക്കുറിച്ച് പറയുമ്പോൾ പറയും, കോപ്പിടും നൃപതി പോലെയും കളിക്കോപ്പെടുത്ത ചെറുപൈതൽ പോലെയും. കിരീടം ചൂടിയ രാജാവിനെ പോലെ പെരുമാറും, കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്ന കുഞ്ഞിനെ പോലെയും പെരുമാറും. വലിയ മനുഷ്യരിൽ ഈ കുഞ്ഞുണ്ട് കേട്ടോ. നിങ്ങൾ ഗാന്ധിയെ നോക്കിയാൽ അറിയാം. നിങ്ങൾ വലിയ മനുഷ്യരെ നോക്കിക്കോളൂ, അവരിലൊക്കെ ഒരു കുഞ്ഞുണ്ടാവും. ഈ കുഞ്ഞ് നഷ്ടപ്പെടുന്നത് ചെറിയ കാര്യമല്ല. പിക്കാസോ ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ 5 വയസ്സിൽ റാഫേലിനെ പോലെ വരയ്ക്കുമായിരുന്നു, പിന്നെ ജീവിതകാലം മുഴുവൻ ഞാൻ ശ്രമിച്ചത് ഒരു 5 വയസ്സുകാരനെ പോലെ വരയ്ക്കാനാണെന്നാണ്. ഒരു കുഞ്ഞായിരിക്കൽ ചെറിയ കാര്യമല്ല. കാരണം ഈ റാഷണൽ കൺഫൈൻമെൻറ്റിനെതിരെയുള്ള മനുഷ്യൻ്റെ ഒരു സഞ്ചാരമാണ് ഈ കുഞ്ഞായിരിക്കുക എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്ന രസമുള്ളൊരു ഉദാഹരണമുണ്ട്. നിങ്ങളുടെ കയ്യിലൊരു കടലാസും പേനയും തന്നിട്ട് ഒരു വര വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങളൊരു നേർവരയാണ് വരയ്ക്കുക. പക്ഷെ ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ കടലാസും പേനയും കൊടുത്തിട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ ആ കുഞ്ഞ് നേർവര വരയ്ക്കില്ല. വര നേർവരയാണെന്നുള്ളത് നാഗരികത ഉണ്ടാക്കുന്ന സമ്മർദ്ദമാണ്. അതിന് പുറത്ത് ജീവിക്കുന്ന ഒരു സ്ഥാനമാണ് കുഞ്ഞിൻ്റേത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങളോടൊരു ആനയെ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആനയെ വരയ്ക്കുകയും ആനയെപ്പോലെ ഒന്നിനെ വരച്ചാലേ നിങ്ങൾക്ക് ആനയെ കാണാൻ പറ്റൂ. കുഞ്ഞിനോട് ആനയെ വരയ്ക്കാൻ പറയൂ, എന്തെങ്കിലും വരച്ചിട്ട് ആനയാണെന്ന് പറയും. എന്തിലും ആനയെ കാണും. നിങ്ങൾക്ക് ആനയിൽ മാത്രമേ ആനയെ കാണാൻ പറ്റൂ. ഇതാണ് കുഞ്ഞിൻ്റെ ഭാവനയുടെ വലിപ്പം. അതുകൊണ്ട് ഈ അതിരിനെ അങ്ങോട്ട് ഭേദിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. അങ്ങ് വിവരിച്ച രീതിയിലുള്ള മൈത്രി ഇന്ന് നിലവിലുള്ള ഏതെങ്കിലും സംസ്ഥാനമോ ഏതെങ്കിലും രാജ്യമോ നിലവിലുണ്ടോ? നോക്കൂ, ഇതൊരു സാമൂഹ്യ ആദർശം എന്ന നിലയിൽ നമ്മൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ അത് തൊട്ടു മുമ്പിൽ പ്രവൃത്തി പദത്തിലുണ്ടോ എന്നുള്ളതല്ല, നിശ്ചയമായിട്ടും ഇല്ലല്ലോ. ഇല്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ഇതിനെക്കുറിച്ച് പറയേണ്ടി വരുന്നത്. ഒരു സ്ഥലത്തും ഉണ്ടായിട്ടുണ്ടാവില്ല. അതിപ്പോൾ ഇത് മാത്രമല്ലല്ലോ. നോക്കൂ, സ്വാതന്ത്ര്യം എന്നത് എവിടെയെങ്കിലും നിലവിലുണ്ടോ? നീതി എന്ന ആശയം എവിടെയെങ്കിലും നിലവിലുണ്ടോ? സമത്വം എന്നത് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ എവിടെയെങ്കിലും നിലവിലുണ്ടോ? ഇതില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ഈ മൂല്യങ്ങളെ വിട്ടുകളയില്ല. നോക്കൂ, വിജയിച്ച മൂല്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പരാജയപ്പെടുന്ന മൂല്യങ്ങൾക്ക് വേണ്ടി നിലക്കൊള്ളുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പരാജയപ്പെട്ട മൂല്യങ്ങൾ വളരെ പ്രധാനമാണ്. ഞാനിത് പരാജയപ്പെട്ടു എന്ന് പറയല്ല, മറിച്ച് ഇതിനു വേണ്ടി നിലക്കൊള്ളുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മുടെ കാലത്ത് ഈ ഫാഷിസത്തിൻ്റെ ഒരു അക്രമോത്സുകമായ യുക്തിയും അതിൻ്റെ ഒരു താർക്കികതയും നമ്മളെ വല്ലാതെ വിഴുങ്ങുന്ന സമയത്ത് മൈത്രിക്ക് കൂടുതൽ രാഷ്ട്രീയമായ ഒരു പ്രാധാന്യം ഉണ്ട് എന്ന് ഞാൻ പറയാം. ഞാനത് പറയാൻ കാരണം ഈ ഫാഷിസത്തെ രാഷ്ട്രരൂപത്തിൽ മാത്രം കണ്ടാൽ പോരാ, ബീജരൂപത്തിലും കാണണം. ഈ ബീജരൂപത്തിൽ ഫാഷിസത്തെ നിലനിർത്തിയിട്ട് നിങ്ങൾ രാഷ്ട്രരൂപത്തിലെ ഫാഷിസത്തിനെതിരെ സംസാരിക്കുമ്പോൾ ഒരു വൈരുദ്ധ്യം അതിനകത്തുണ്ടാവും. നമുക്കൊക്കെ ഒരു ഹിറ്റ്ലർ ആവാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, തരം കിട്ടാഞ്ഞിട്ടാ. അപ്പോൾ ആ ഹിറ്റ്ലറെ മെരിക്കുന്ന അല്ലെങ്കിൽ അതിനെ റദ്ദാക്കുന്ന ഒരു യുക്തിയാണ് ഈ മൈത്രി എന്ന് പറയുന്നത്. ഹിറ്റ്ലർ ഇല്ലാത്തതാണ്. മലബാർ കലാപത്തിൽ ആശാൻ കുഞ്ഞു മുഹമ്മദ് ഹാജി
ഹിന്ദുക്കൾക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരായിട്ട് ഒരു പ്രസ്താവന കുഞ്ഞേട്ടനറിയാം. പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ പട്ടും വളയും വാങ്ങിയത് ഒരു ചോദ്യം. മൈസൂർ രാജാവിൻ്റെ നിന്ന് പട്ടും വളയും വാങ്ങി സ്വാതന്ത്ര്യ സമരത്തിന് ഒറ്റുകൊടുന്ന് MS ഒക്കെ ഇവിടെ കേരളത്തിലെമ്പാടും പ്രസംഗിച്ചാണ്. ഇത് രണ്ട് ചോദ്യം. പിന്നെ ഒന്ന്, ഡോക്ടർ BR അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചു. ഞാൻ മരിക്കുമ്പോൾ ഹിന്ദു ആയി മരിക്കില്ല എന്ന്. പിന്നെ സ്വരാജ്യമില്ല. മഹാത്മാഗാന്ധി പറഞ്ഞു നിങ്ങൾ സാമ്രാജ്യത്തിനെതിരെ പോരാടണം. ഗാന്ധിയോട് ഈ അംബേദ്കർ പറഞ്ഞു ഞങ്ങൾക്ക് സ്വരാജ്യമില്ലല്ലോ മിസ്റ്റർ ഗാന്ധി. ഇനി 4 ക്വസ്റ്റ്യങ്ങൾ ആണ് ഞാൻ സുനിലിനോട്. അതിൽ ഒന്നാമത്തെ കാര്യം, ആശാനിപ്പോൾ മലബാർ കലാപത്തെക്കുറിച്ച് ആശാന്റെ കാലത്ത് ലഭ്യമായ ബോധ്യങ്ങൾ വെച്ചാണ് എഴുതുന്നത്. ആശാൻ ക്രൂര മുഹമ്മദർ, ചിന്തുന്ന ഹൈന്ദവ ചോര എന്നെല്ലാം ദുരവസ്ഥയിൽ എഴുതുന്നുണ്ട്. അതേക്കുറിച്ച് അക്കാലത്ത് തന്നെ ആശാന്റെ ചില സുഹൃത്തുക്കൾ ഇങ്ങനെ എഴുതുന്നത് ശരിയല്ല എന്ന് ആശാനെ എൻ്റെ കൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ തൻ്റെ ബോധ്യത്തിലാണ് താൻ എഴുതുന്നത്, അത് തിരുത്തുന്നില്ല എന്ന് ആശാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ആശാന്റെ ആ വിശദീകരണം തെറ്റാണെന്ന് നിങ്ങൾക്ക് കരുതാം, അതിൽ ഞാനും തെറ്റാണെന്ന് തന്നെ കരുതുന്നു. പക്ഷേ ക്രൂര മുഹമ്മദർ എന്ന് എഴുതിയത് മാത്രമാണ് ആശാൻ ചെയ്ത ഒരേ ഒരു കാര്യം എന്ന് ദയവായി പറയരുത്. ആശാൻ എഴുതിയതിൽ ഒരു വരിയോട് നിങ്ങൾക്ക് വിയോജിക്കാം, അദ്ദേഹത്തിൻ്റെ രീതികളോട് വിയോജിക്കാം. പക്ഷെ ആശാന്റെ കവിതയെ ആ വാക്കുകൊണ്ടാണ് വിലയിരുത്തുന്നത് എന്ന് വന്നാൽ നിങ്ങൾക്ക് ആശാനെ മനസ്സിലാവില്ല. അതുകൊണ്ട് ആശാനിലും തിരുത്താവുന്നതുണ്ട്. നോക്കൂ, ആരും അവസാന സത്യമൊന്നും പറയുന്നില്ല. അവസാനത്തെ ശരി പറയാൻ ഒരാളും വരുന്നില്ല. അവർ പറഞ്ഞതിൽ നിന്ന് നമുക്ക് നമ്മുടെ കാലത്തിനും നമ്മുടെ നീതിബോധത്തിനും നിരക്കുന്നത് എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ആശാന്റെ പ്രയോഗം തെറ്റാണ് എന്നറിയാം. ആശാനെക്കുറിച്ച് ഈ കാര്യം ആദ്യം പറയുന്നത് നമ്മുടെ സമീപകാല ചിന്തകരൊന്നുമല്ല കേട്ടോ. ആശാനെക്കുറിച്ച് ഈ വിഷയം ആദ്യം പറഞ്ഞത് കേസരി ബാലകൃഷ്ണപിള്ളയാണ്. ചണ്ഡാലഭിക്ഷുകയെയും ദുരവസ്ഥയെയും താരതമ്യപ്പെടുത്തി എഴുതിയ ലേഖനത്തിൽ കേസരി പറയുന്നു, ദുരവസ്ഥയേക്കാൾ എത്രയോ മികച്ച കൃതിയാണ് ചണ്ഡാലഭിക്ഷുകി. ദുരവസ്ഥയ്ക്ക് 2 പരിമിതികളുണ്ട് എന്ന് കേസരി പറയും. ഒന്ന്, അത് പരിമിതമായ സങ്കുചിതമായ ഹൈന്ദവ വീക്ഷണത്തിൽ എഴുതപ്പെട്ട കൃതിയാണ്. 2, മലബാർ കലാപത്തിൻ്റെ പിന്നിലുള്ള സാമ്പത്തിക ഘടകങ്ങളെ ആശാൻ കാണുന്നില്ല. നോക്ക്, EMS ഒക്കെ ഇത് ആഹ്വാനവും താക്കീതും ഒക്കെ എഴുതുന്നതിന് എത്രയോ മുമ്പ് കേസരി ഈ വാക്യം എഴുതിയിട്ടുണ്ട്. മലബാർ കലാപത്തിൻ്റെ പിന്നിലുള്ള അടിസ്ഥാന സാമ്പത്തിക ഘടകത്തെ ആശാൻ കണ്ടിട്ടില്ല. അത് ആ കവിതയുടെ പരാജയമാണ്, പോരായ്മയാണ് എന്ന് കേസരി പറയുന്നുണ്ട്. അതുകൊണ്ട് ആശാനിൽ അങ്ങനെയുള്ള വിവക്ഷകളൊക്കെ ഉണ്ട്. വാര്യംകുന്നനെ മാത്രമല്ല, മലബാർ കലാപത്തെ പൊതുവിൽ അന്ന് ഒരു ഹിന്ദു വിരുദ്ധ മുന്നേറ്റം എന്ന് മനസ്സിലാക്കുന്ന ഒരു യുക്തിയിൽ ആശാനും ഉൾപ്പെട്ടു പോയിട്ടുണ്ട് എന്നതിൽ സംശയമൊന്നുമില്ല. അത് നമുക്ക് വിയോജിക്കാവുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്, പട്ടും വളയും വാങ്ങിയത്. പട്ടും വളയും വാങ്ങിയതിനെ നമ്മൾ അങ്ങനെ ലളിതമായി കണ്ടുകൂടാ. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യം എന്നാൽ എന്താണ് എന്ന ചോദ്യത്തിന് സർവസമ്മതമായ ഒരു ഉത്തരം വാസ്തവത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്തില്ല. കാരണം ബ്രിട്ടനിൽ നിന്ന് നേടുന്നതാണോ സ്വാതന്ത്ര്യം, അതോ ജാതിയിൽ നിന്ന് പുറത്തു കിടക്കുന്നതാണോ സ്വാതന്ത്ര്യം എന്നതിന് പൊതു ഉത്തരം ഉണ്ടാവില്ല. കാരണം മേൽജാതിക്കാരായ ആളുകളെ സംബന്ധിച്ച്, സവർണരെ സംബന്ധിച്ച് ബ്രിട്ടീഷ് ആധിപത്യമായിരിക്കും ഒന്നാമത്തെ ശത്രു. മറിച്ച് ജാതിമർദ്ദനത്തിനിരയാകുന്ന മനുഷ്യരെ സംബന്ധിച്ച് ബ്രിട്ടീഷ് ആധിപത്യത്തെക്കാൾ എത്രയോ ഭീകരമായ സഹസ്രാബ്ദങ്ങൾ തുടരുന്ന ഒന്നാണ് ജാതിമർദ്ദനം. കൊളംബിയ സർവകലാശാലയിൽ പഠിക്കുന്ന സമയത്ത് അംബേദ്കറെ നമ്മുടെ ലാലാ ലജ്പത് റായ് ചെന്ന് കാണുന്നുണ്ട്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ താങ്കൾ കൂടി പങ്കുചേരണം, താങ്കളുടെ പിന്തുണ കൂടി വേണം എന്ന് ലജ്പത് റായ് അംബേദ്കറോട് പറയുന്നുണ്ട്. അംബേദ്കർ പറഞ്ഞ മറുപടി, നിങ്ങൾ എത്രയോ 1000 വർഷങ്ങളായി ഞങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങളെ അടിമകളാക്കിയിരിക്കുന്നു, അപ്പോൾ നിങ്ങൾക്കൊരു പ്രയാസവും തോന്നിയില്ല. 150 കൊല്ലമായിട്ട് ബ്രിട്ടീഷുകാർ നിങ്ങളെ അടിമകളാക്കിയപ്പോൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ വില മനസ്സിലായോ എന്ന് ചോദിച്ച് അംബേദ്കർ ലാലാ ലജ്പത് റായെ മടക്കി അയക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്നത് കേവലമായി ഒറ്റ വാക്കിൽ ഉത്തരം പറയാവുന്നൊരു കാര്യമല്ല. എന്തുകൊണ്ടാണ് ആശാൻ പട്ടും വളയും സ്വീകരിച്ചത്? ആശാൻ ഒരു കവിയേയല്ല എന്ന് കരുതുകയും നമ്മുടെ ഒരു വലിയ നിരൂപകൻ, സാഹിത്യചരിത്രകാരൻ അന്ന് എഴുതിയത്, ഒരു കവി അന്ന് പറഞ്ഞത്, ധീവരന്മാർക്കിടയിലെ കവിയാണ് KP കറുപ്പൻ എന്നതുപോലെ ഇഴവർക്കിടയിലെ കവിയാണ് കുമാരനാശാൻ എന്നാണ്. അന്നുണ്ടായിരുന്ന ഒരു ശ്ലോകം നിങ്ങൾ ഓർക്കണ്ടോന്ന് അറിഞ്ഞുകൂടാ? ആശാൻ ആശയ ഗംഭീരൻ, വള്ളത്തോൾ ശബ്ദസുന്ദരൻ, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ, KC 3 തികഞ്ഞവൻ എന്ന്. KC ഈ ശ്ലോകത്തിൽ മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ കേട്ടോ. ആശാൻ ഈ നിരർത്ഥക ശബ്ദങ്ങളൊക്കെ ഉപയോഗിക്കുമല്ലോ. ഹാ പുഷ്പമേ, അഹഹ, ഹന്ത, ഐ എന്നൊക്കെ എഴുതുമല്ലോ. അന്നൊരു നിരൂപകൻ പറഞ്ഞത് ഈ വൃത്തം തികച്ച് എഴുതാൻ അറിയാത്തതുകൊണ്ട് ഗ്യാപ്പ് വരുന്ന സ്ഥലത്തൊക്കെ ഈ ഒച്ച ചേർക്കണതാണെന്നാണ്.
അങ്ങനെ എഴുതിയ ആളുകളുണ്ട്. ഒരു പുതിയ അനുഭവ ലോകം പറഞ്ഞിരിക്കുന്നതെന്നും ഹാ പുഷ്പമേ എന്ന് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് മനുഷ്യാനുഭവത്തിൻ്റെ, വിജയമാഷയുടെ ഭാഷ എടുത്താൽ, കടമെടുത്താൽ മനുഷ്യാനുഭവത്തിൻ്റെ ഒരു പുതിയ ഭൂഖണ്ഡത്തെയാണ് ഈ ഹാ പുഷ്പമേ എന്ന ആ വിലാപം സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു പുതിയ കാവ്യഭാഷയും അനുഭവ ലോകവും ആശാൻ ഉണ്ടാക്കിയ സമയത്ത് ആശാൻ ഒരു മെച്ചപ്പെട്ട കവിയെ അല്ല എന്ന് കരുതുന്ന സവർണ പ്രാമാണ്യത്തിൻ്റെ മുന്നിലേക്കാണ് കസേര വലിച്ചിട്ടിരുന്ന് ഈ ഷാള് പുതച്ച് ഈ വളയണിഞ്ഞ് ഫോട്ടോ എടുത്ത് ദാ ജോർജ് അഞ്ചാമൻ അംഗീകരിച്ച ഒരു കവിയാണ് ഈ ഇരിക്കുന്നതെന്ന് ആശാൻ ലോകത്തോട് പറഞ്ഞുകൊണ്ടേയിരുന്നത്. അതിലൊരു തെറ്റുമില്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ. കാരണം സ്വാതന്ത്ര്യത്തിന് കേവലമായ അർത്ഥമൊന്നുമില്ല. ഇത് ലളിതമായി പുറത്തു വന്നൊരു സന്ദർഭം ഉണ്ടല്ലോ. ആശാൻ കവിതയിൽ എഴുതി, എന്തിനു ഭാരതധരേ കരയുന്നു, പാരതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണ് തായേ, ചിന്തിക്ക ജാതി മതിരാന്ധർ തമ്മിലടിച്ച് അന്തപ്പെടും തനയരെന്തിനയേ സ്വരാജ്യം. ജാതിയുടെ പേരിൽ മനുഷ്യർ തമ്മിൽ തല്ലി മരിക്കുന്ന ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എന്തിനാണ്? ഇതേ ആശാനാണ് കേട്ടോ സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്ന് എഴുതിയത്. അതുകൊണ്ട് ഒരു കവി പലതും എഴുതും, ഒരേ വഴിക്ക് എഴുതിക്കൂടുമെന്നൊന്നും കരുതരുത്. കല എന്ന് പറയണത് ആഴത്തിൽ വൈരുദ്ധ്യം നിറഞ്ഞ ഒന്നാണ്. ആശാൻ ഇങ്ങനെ എഴുതി, എന്തിനയേ സ്വരാജ്യം. വള്ളത്തോൾ അതിനൊരു മറുപടി എഴുതി. ആ കവിതയുടെ പേരും ഒരു മറുപടി എന്നാണ്. ആ കവിതയിൽ വള്ളത്തോൾ പറഞ്ഞു, സോദരർ തമ്മിലെ പോരൊരു പോരല്ല, സൗഹൃദത്തിൻ്റെ കലങ്ങി മറിയലാം. സഹോദരന്മാർ തമ്മിൽ വഴക്കുണ്ടായാൽ അത് വഴക്കായിട്ടൊന്നും കാണണ്ട, അതൊരു സാഹോദര്യത്തിനിടയിലുള്ള ചെറിയ ചെറിയ വഴക്കുകളായിട്ട് കണ്ടാൽ മതി. അങ്ങനെ പറയാൻ വള്ളത്തോളിന് പറ്റിയത് ഞാൻ പലപാട് പറഞ്ഞതാണ്. അതിന് ഒറ്റ കാരണമുള്ളൂ, വള്ളത്തോൾ വെറും വള്ളത്തോളല്ല, വള്ളത്തോൾ നാരായണ മേനോനാണ്. അതാണ്. അടി കൊണ്ട ആൾക്ക് അത് സാഹോദര്യമായിട്ട് തോന്നില്ല, കണ്ട ആൾക്ക് ചിലപ്പോൾ സാഹോദര്യമായിട്ട് തോന്നും. അതാണ്. അതുകൊണ്ട് ഈ സാഹോദര്യം എന്ന് പറയുന്നതിൽ ഈ വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കവിയല്ലെന്ന് പറഞ്ഞ് പുറത്താക്കിയ ഒരു സവർണതയുടെ ഒരു വലിയ പാരമ്പര്യത്തോടു കൂടിയാണ് ആശാൻ ഈ പട്ടുമുളയും വാങ്ങി കസേര വലിച്ചിട്ടിരുന്ന് ഫോട്ടോ എടുത്ത് ദാ ഞാൻ മഹാകവി കുമാരനാശാൻ എന്ന് പ്രഖ്യാപിക്കുന്നത്. അതിലൊരു രാഷ്ട്രീയ അർത്ഥമുണ്ട് എന്ന് തന്നെയാണ്. പിന്നെ ഒരു സംശയവും വേണ്ട കേട്ടോ, അക്കാലത്ത് എഴുതിയ ഏത് കവിയേക്കാളും വലിയ കവിയായിരുന്നു ആശാൻ എന്നുള്ളത് 100 കൊല്ലം കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാലത്തിൽ നിന്നുപോയ ഒരാളല്ല ആശാൻ, കാലത്തിൽ വലുതായി 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 വന്ന ആളാണ്. 100 കൊല്ലം മുമ്പ് ആശാൻ എന്തായിരുന്നോ അതിൻ്റെ 1000 മടങ്ങ് വലിപ്പം ഇപ്പോൾ ആശാന് മലയാള ഭാവനയിലുണ്ട്. കാലം വലുതാക്കിയ കവിയാണ്. അധികം പേരെയൊന്നും അങ്ങനെ കാലം വലുതാക്കാറില്ല. ആശാൻ അങ്ങനെ ഒരു കവിയുമാണ്. അതുകൊണ്ട് അത് ഒരു കുറഞ്ഞ കാര്യമായിട്ട് കാണണ്ട. മൂന്നാമത്തെ ചോദ്യം ഞാൻ മറന്നുപോയി. ഒരുപാട് ചോദ്യം ഒരുമിച്ച് വന്ന കാരണം യെസ്. അല്ല, അംബേദ്കർ ഹിന്ദുവായി മരിക്കില്ല എന്ന് പറയുന്നത് അംബേദ്കർ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. അതായത് റിഡിൽസ് ഓഫ് ഹിന്ദുയിസത്തിലാണോ അനിഹിലേഷനിലാണോ അവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപനിഷത്തുകളിലും മറ്റും കാണുന്ന ഏകഭാവന ഒരർത്ഥത്തിൽ ജാതിക്കപ്പുറം പോകാനുള്ളൊരു പ്രേരണയാക്കി മാറ്റാൻ പറ്റുമായിരുന്നു. പക്ഷേ ഹിന്ദുമതം എന്നത് അടിസ്ഥാനപരമായി ബ്രാഹ്മണിസത്തിൻ്റെ പെട്ടുപോവുകയും റിലീജിയൻ ഓഫ് പ്രിൻസിപ്പിൾസ് എന്നതിന് പകരം റിലീജിയൻ ഓഫ് ലോസ്, നിയമങ്ങളുടെ മതം എന്നല്ലാതെ ധാർമ്മിക മൂല്യങ്ങളുടെ മതം അല്ലാതായി മാറുകയും ചെയ്തതോടെ ഹിന്ദുമതത്തിലൊരു വിമോചന സാധ്യതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഉപനിഷത്തുകളിലൊക്കെ കാണുന്ന കൺസെപ്റ്റ് ഓഫ് യൂണിറ്റി, അതിലൊരു സമത്വാദർശം അടങ്ങിയിട്ടുണ്ട് എന്ന് അദ്ദേഹം 1-2 സ്ഥലത്ത് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഹിന്ദുമതത്തിൽ അത് പ്രായോഗികമാവാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നുകൂടി കണ്ടിട്ടാണ് ഞാൻ ഹിന്ദുവായി മരിക്കില്ല എന്ന് പറയുകയും മരണത്തിന് കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് പരിവർത്തനപ്പെടുകയും ചെയ്തത്. പക്ഷെ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ബുദ്ധമതം എന്ന് പറയുന്നത് ഹീനയാനം മഹായാനം എന്ന് വിഭജിക്കപ്പെട്ട് ഇന്ന് റോഹിംഗ്യൻ മുസ്ലിങ്ങളെ വേട്ടയാടുന്ന ഈ ബുദ്ധമതത്തിൻ്റെ പുതിയ രൂപങ്ങളോടൊന്നും അല്ല കേട്ടോ അദ്ദേഹം ഐക്യപ്പെടുന്നത് ഞാൻ ഈ പറഞ്ഞ മൈത്രിയെ ഒരു അടിസ്ഥാന രാഷ്ട്രീയ മൂല്യമാക്കി മാറ്റുകയും സാമൂഹികമായ സാഹോദര്യ ഭാവന പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒന്നായിട്ടാണ് ബുദ്ധമതം വരുന്നത്. അതുകൊണ്ട് നവയാനമാണ്, ഹീനയാനോ മഹായാനോ അല്ല, പുതിയൊരു യാത്രയുടെ വഴിയായിട്ടാണ്. അതുകൊണ്ട് മതം വേണം എന്ന് അംബേദ്കർ കരുതുന്നുണ്ട്. കേരളത്തിൽ പൊതുവെ ആളുകൾ അംബേദ്കറുടെ ആശയം ചർച്ച ചെയ്യാറില്ല. അംബേദ്കർ 1956 ഓഗസ്റ്റ് മാസത്തിലെ ആഗ്രയിൽ നടത്തിയ പ്രസംഗത്തിൽ അംബേദ്കർ പറയുന്നുണ്ട്, വിതൗട്ട് റിലീജിയൻ അവർ സ്ട്രഗിൾ വിൽ നോട്ട് സർവൈവ്.
മതമില്ലാതെ നമ്മുടെ സമരം വിജയിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ മതമെന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കേവലമായ പ്രമാണങ്ങളും തത്വങ്ങളുമായി ആശയം പറഞ്ഞുകൊണ്ടിരിക്കാതെ അതിനെ അനുഭവമാക്കാൻ പറ്റുമോ? വാസ്തവത്തിൽ അനുകമ്പ എന്ന് ഗുരു പറഞ്ഞത് ഇതാണ്. ഈ അനുകമ്പയും നിങ്ങളുടെ കേവല തത്വവിചാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലളിതമായി പറഞ്ഞാൽ ഗുരുവും ശങ്കരനും തമ്മിലുള്ള അകലം എന്താണ്? ശങ്കരൻ, ഞാൻ പലപ്പോഴും പറയുന്നൊരു വാക്യമാണ്, ശങ്കരൻ അദ്വൈതവാദിയായിരുന്നു, ഗുരു അദ്വൈതിയായിരുന്നു. അദ്വൈതിയായിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടില്ല എന്നുള്ളതിന് അനുഭവത്തിൽ അറിയലാണ്. അദ്വൈതവാദിയായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തർക്കിച്ചുകൊണ്ടിരിക്കലാണ്. അതുകൊണ്ട് വിവേകാനന്ദൻ പറഞ്ഞതുപോലെ എന്തൊരു ബുദ്ധിശക്തിയാണ്, എന്തൊരു പാണ്ഡിത്യമാണ്, പക്ഷെ കാരുണ്യമില്ല. ഗുരു അവസാനം എത്തിച്ചേരുന്നത് അനുകമ്പയിലാണ്. ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്നിടത്ത് തുടങ്ങുകയും അനുകമ്പയുടെ ഭിന്നപ്രകാരങ്ങളായി തൻ്റെ മുമ്പിലുള്ള എല്ലാ അനുഭവങ്ങളെയും മാറ്റുകയും ചെയ്തു എന്നിടത്താണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. അതുകൊണ്ട് ഹിന്ദുവായി താൻ മരിക്കില്ല എന്ന് അംബേദ്കർ പറയുന്നത് ഹിന്ദുമതത്തിൽ അതൊരു, അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ, റിലീജിയൻ ഓഫ് ലോസ്, നിയമങ്ങളുടെ മതമായി തീരുകയും ഒരു ധാർമ്മിക മൂല്യത്തിൻ്റെ മതമായി തീരാനുള്ള സാധ്യതയെ അതെന്നേക്കും അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ആ നിലയിൽ തന്നെയാണ് അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് തിരിയുന്നത്. ആ ബുദ്ധമതത്തിൽ നിന്നാണ് ഈ മൈത്രി എന്ന സങ്കല്പത്തെ ഏറ്റെടുത്ത് അതിനെ ഒരു രാഷ്ട്രീയ ആശയമായി അദ്ദേഹം വികസിപ്പിക്കുകയും ചെയ്യുന്നത്. ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മൈത്രി എന്നത് ഒരു എത്തിക്കോ പൊളിറ്റിക്കൽ കാറ്റഗറിയാണ്, ഒരു നൈതിക രാഷ്ട്രീയ സമ്പർക്കമാണ്, ഒരു റിലീജിയസ് കാറ്റഗറി അല്ല, ഒരു മതസമ്പർക്കമല്ല. മതസമ്പർക്കമായി ബുദ്ധമതത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒന്നിനെ ഒരുപക്ഷെ പാശ്ചാത്യ ആധുനികതയുടെ വിഭജനയുക്തിയോടുവരെ എതിരിട്ട് നിൽക്കാൻ കെൽപ്പുള്ള ഒരു സങ്കല്പനമായി മാറ്റുന്നിടത്താണ് അംബേദ്കറുടെ വലിയ പ്രാധാന്യം. ഒരുപക്ഷെ അംബേദ്കർക്കും ഗാന്ധിക്കുമിടയിലുള്ള സംവാദ സാധ്യതകൾ ആരംഭിക്കുന്ന ഒരു സ്ഥലം അതാണെന്നുകൂടി ഞാൻ കരുതുന്നു. കാരണം ഗാന്ധിയിൽ ഈ പാശ്ചാത്യ ആധുനികതയുടെ മനുഷ്യസങ്കല്പത്തോടും ഭരണകൂട സങ്കല്പത്തോടുമൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ ഗാന്ധിയിലുണ്ട്. അത് നമ്മൾ കരുതുന്നത് പോലെ ഗാന്ധി വ്യവസായ വിരുദ്ധനായതുകൊണ്ടും ഗാന്ധി ശാസ്ത്രവിരുദ്ധനായതുകൊണ്ടുമാണെന്നുള്ള ലളിത യുക്തികളല്ല, മറിച്ച് അതിനപ്പുറത്തേക്ക് അത് മനുഷ്യരെ വസ്തുവൽക്കരിക്കുന്നു, ഒരു ഒബ്ജക്റ്റാക്കി തീർക്കുന്നു, അതിൻ്റെ റിലേഷനെ അത് ഉപേക്ഷിക്കുന്നു, അതിനെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു കേവല വസ്തുവാക്കി മനുഷ്യനെ മാറ്റുന്നു. ലളിതമായി പറഞ്ഞാൽ പാശ്ചാത്യ ആധുനികതയുടെ നാഗരികതയുടെ വ്യക്തിസങ്കല്പം മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ സാമൂഹികതയെ നിരസിക്കുന്നു എന്ന് ഗാന്ധി കരുതുന്നുണ്ട്. അത് ഗുരുവിലുണ്ട്, അത് മാർസിലുണ്ട്. അതുകൊണ്ട് അഖിൽ ബിൽഗ്രാമിയെ പോലെ 20-ാം നൂറ്റാണ്ടിലെ വലിയ സൈദ്ധാന്തികന്മാരിൽ ഒരാൾ പറയുന്നത്, എല്ലാ വൈരുദ്ധ്യങ്ങൾക്കും അപ്പുറം ഗാന്ധിയും മാർസും തമ്മിൽ മീറ്റ് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ട്. ബിൽഗ്രാമി പറയുന്നത് നോൺ ഏലിയനേറ്റഡ് ലൈഫ്, അന്യവൽകൃതമല്ലാത്ത ജീവിതം, നിങ്ങളിൽ നിന്ന് അകന്നു പോകാത്ത, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണതയുടെ ആവിഷ്കാരമായി തീരുന്നൊരു ജീവിതത്തെയാണ് വാസ്തവത്തിൽ അവർ ലക്ഷ്യം വെച്ചത്. ആ മീറ്റിംഗ് പോയിന്റിൽ അവരൊരുമിച്ചാണ്, പക്ഷേ വഴിയിൽ അവർ വളരെ വ്യത്യസ്തരും ആണ് എന്ന് അദ്ദേഹം ബിൽഗ്രാമി സൂചിപ്പിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ ഒരു വിചാര രീതിയുടെ തരക്കേട് കൂടിയായിട്ട് ഞാൻ കരുതുന്നത്, ഇത്തരത്തിലുള്ള സൂക്ഷ്മാലോചനകളെ നിലം തൊടാൻ അനുവദിക്കാതെ നമ്മളും തർക്കത്തിൽ അഭിരമിച്ച് അവസാനത്തെ ശരിയുടെ ഉടമകളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത ആളുകളായിട്ട് നമ്മളും മാറുന്നതോടെ ഫാഷിസത്തിന് എളുപ്പ വഴികൾ ധാരാളം തുറന്നു കിട്ടുന്നു എന്നതാണ് വസ്തുത. നോക്കൂ, വ്യത്യസ്തതകൾ വൈരുദ്ധ്യങ്ങളല്ല, വ്യത്യസ്തത പ്രകൃതി ഭാവമാണ്, വൈരുദ്ധ്യം വേറൊന്നാണ്. പക്ഷേ അവസാനമായിട്ടൊരു ചോദ്യം കൂടി. അതായത് നിത്യചൈതന്യേതി അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ മനുഷ്യൻ ഒരു വസ്തുവിനെ മനസ്സിലാക്കുന്നത് അതിനെ മറ്റുള്ളതിൽ നിന്ന് വേർതിരിച്ച് കാണുന്ന എന്തെങ്കിലും ഒരു പ്രത്യേകത കണ്ടുകൊണ്ടാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ അപരത്വത്തെ തേടുക, തന്നിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ളതിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു മാനുഷികമായിട്ടുള്ള സ്വഭാവമാണോ, അതിനെ തിരുത്തിക്കൊണ്ടുള്ള ഒരു യാത്ര സാധ്യമാണോ എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, നമ്മളുടെ പകർപ്പുകളും ആവർത്തനങ്ങളുമാണ് ലോകം എന്ന് കരുതിക്കൂടല്ലോ. മനുഷ്യപ്രകൃതിയുടെ അടിസ്ഥാന സ്വഭാവം തന്നെ വ്യത്യസ്തതയല്ലേ. വാസ്തവത്തിൽ ഇതിൽ ഭാഷയുടെ ഒരു ചതിയുണ്ട്. ഞാൻ വേറൊരു ഉദാഹരണം
മനസ്സിൽ പറയാം. നിങ്ങൾക്ക് 10 സുഹൃത്തുക്കളുണ്ടെങ്കിൽ 10 തരം സൗഹൃദങ്ങളാണുള്ളത്. അത് 10 തരാം. പക്ഷേ ഈ 10 തരം സൗഹൃദങ്ങളെയും വിളിക്കാനായിട്ട് നമുക്ക് സൗഹൃദം എന്നൊരു വാക്കേ ഉള്ളൂ. അതുകൊണ്ട് അനുഭവപരമായി വ്യത്യസ്തമാണ്, ഭാഷാപരമായി ഒന്നാണ്. ഭാഷാപരമായി ഒന്നാണ് എന്നതുകൊണ്ട് അത് അനുഭവപരമായും ഒന്നാണ് എന്ന് ധരിക്കരുത്. അനുഭവപരമായ വ്യത്യാസമുണ്ട്. ഭാഷയ്ക്ക് പക്ഷേ ഈ വ്യത്യാസങ്ങളെ മുഴുവൻ ഏറ്റെടുക്കാൻ പറ്റില്ല. കാരണം ഓരോ സൗഹൃദത്തെയും ഓരോ പേരിട്ട് വിളിച്ചാൽ സൗഹൃദത്തെ വിശദീകരിക്കാൻ തന്നെ 1000 വാക്ക് വേണ്ടി വരും. അതുകൊണ്ട് സൗഹൃദത്തെ ഭാഷയ്ക്ക് ഒരു വാക്കിൽ ചുരുക്കേണ്ടി വരും, അനുഭവത്തിൽ അത് 1000 മടങ്ങായിരിക്കും. ഇത് പ്രകൃതിയുടെ അടിസ്ഥാന സ്വഭാവമാണ്. അതുകൊണ്ട് നാം നമുക്ക് പുറത്തുള്ള എന്തിനോട് ബന്ധപ്പെട്ടാലും അത് നമ്മിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നിനോടുള്ള ബന്ധപ്പെടലാണ്. അതല്ലാതെ നോക്കൂ, ഐക്യം എന്ന് പറയുന്നത് എപ്പോഴാണ് സാധ്യമാവുന്നത്? വ്യത്യാസമുള്ളപ്പോഴാണ്. വ്യത്യാസമില്ലാത്ത ഒന്നിനോട് ഐക്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളോട് തന്നെ ഐക്യപ്പെടുന്നതാണല്ലോ. അപ്പുറത്തൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ ഐക്യത്തിന് അർത്ഥമുള്ളൂ. നോക്കൂ, ഒരു ഫാക്ടറിയിൽ ഒരേ മട്ടിലുള്ള മോൾഡിലൂടെ അനവധി ആയിരക്കണക്കിന് യന്ത്രസാമഗ്രികൾ ഉണ്ടായാൽ അതിനിടയിൽ ഐക്യമുണ്ടെന്ന് നമ്മൾ പറയില്ല. അതൊരു ബൾക്കാണ്, അതൊരു പറ്റമാണ്. ഈ പറ്റത്തിൽ നിന്ന് മനുഷ്യാവസ്ഥയുടെ ഐക്യബോധം വ്യത്യസ്തമാവുന്നത് എങ്ങനെയാണ്? ഈ പറ്റത്തിൻ്റെ പ്രകൃതത്തിൽ നിന്ന് ഓരോന്നും യുണീക്കായിരിക്കുകയും ആ യുണീക്ക്നെസ്സിനിടയിൽ ഇതിനിടയിൽ ഒരു സാഹോദര്യഭാവം വരികയും ചെയ്യുന്നു എന്നതാണ്. അതുകൊണ്ട് മറുപുറത്തൊരാളിൽ വ്യത്യസ്തതയുണ്ട്. ഞാൻ ഈ വാക്കുകളെ തിരിച്ച് മനസ്സിലാക്കണമെന്ന് പറയുകയാണ്. ഡിഫറൻസ് അതറല്ല, ഡിഫറൻസാണ് യൂണിറ്റി ഉണ്ടാക്കുന്നത്. വ്യത്യസ്തതയാണ് ഐക്യത്തെ ഉണ്ടാക്കുന്നത്. വ്യത്യസ്തതയെ നിങ്ങൾ അപരമായി കണ്ടാൽ, നിങ്ങളിൽ നിന്ന് ഭിന്നമായ എന്തും നിങ്ങൾക്കെതിരാണെന്ന് കരുതിയാൽ പിന്നെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നോക്കൂ, നമ്മളിൽ നിന്ന് ഭിന്നമായ എല്ലാം നമുക്കപ്പുറത്താണ് എന്ന് കരുതിയാൽ വാസ്തവത്തിൽ മനുഷ്യവംശമില്ല, സാഹോദര്യമില്ല, സ്നേഹമില്ല. നമ്മിൽ നിന്ന് ഭിന്നമായതിനോട് ചേർന്ന് നിൽക്കാനുള്ള നമ്മുടെ സന്നദ്ധതയിലാണ് സ്നേഹം, അതിലാണ് സാഹോദര്യം. അതാ ഗുരു പറയുന്നത്, തന്നിൽ നിന്ന് താനല്ലാത്തതിലേക്ക് പ്രവഹിക്കുന്ന തൻ്റെ ജീവിതോർജത്തിൻ്റെ പേരാണ് ഈ അനുകമ്പ എന്ന് പറയും. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രം. നിങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുന്ന ആ ജീവിതം ഉണ്ടല്ലോ, അതാണ് ജീവിതത്തിൻ്റെ അധമത്വം. ആ അധമത്വം വാസ്തവത്തിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ അത്ര വലുതായിരിക്കുന്നു. നിങ്ങൾക്കപ്പുറമുള്ള എല്ലാം പുറത്തായിരിക്കുന്നു. രാഷ്ട്രശരീരത്തിൽ നമ്മുടെ മതാധികാരികൾ, സർവാധികാരികൾ പറയുന്നു വന്നു ചേർന്നവരാണ്. ആര്? ഈ പറയുന്ന ആളടക്കം. ഈ പാരമ്പര്യങ്ങളൊക്കെ വന്നതാ. അല്ലാതെ സ്വയമേവ ഇവിടെ പൊട്ടിമുളച്ച് വളർന്ന എന്താണ് ഇന്ത്യയിലുള്ളത്? നോക്കൂ, നിങ്ങളുടെ സംഗീതം വന്നു ചേർന്നതാണ്, നിങ്ങളുടെ കലകൾ വന്നു ചേർന്നതാണ്, നിങ്ങളുടെ ദൈവഭാവനകൾ വന്നു ചേർന്നതാണ്. എൻ വി കൃഷ്ണവാര്യർ കേരളത്തിൽ ഓണത്തെക്കുറിച്ച് പറയുന്നൊരു രസമുള്ള ആശയമുണ്ട്. കലാക്ഷേത്രം എന്ന അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ മഹാബലി പ്രാചീന അസീറിയ ഭരിച്ചിരുന്ന ചക്രവർത്തി പരമ്പരയുടെ സ്ഥാനപ്പേരിൻ്റെ തുടർച്ചയാണ് എന്ന് അദ്ദേഹം പറയുന്നത്. ബലെ എന്നോ ബലി എന്നോ സ്ഥാനപ്പേരുള്ള 14 ചക്രവർത്തിമാർ പ്രാചീന അസീറിയ ഭരിച്ചിരുന്നു എന്നും ആ ബല എന്ന സ്ഥാനപ്പേരിൻ്റെ ഏതോ നിലയ്ക്കുള്ള ഓർമ്മയാണ് മഹാബലി എന്ന സങ്കല്പത്തിലുള്ളത് എന്നും എൻ വി പറയുന്നുണ്ട്. നിങ്ങൾ തിരുവോണനാളിൽ വീട്ടുമുറ്റത്തുണ്ടാക്കുന്ന ഓണപ്പടവുകൾ ശ്രദ്ധിച്ചാൽ ഒരു ചതുരത്തട്ടിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ ചതുരത്തട്ടിട്ട് പിന്നെയും ചെറിയ ചതുരങ്ങളായിട്ട് മുകളിലേക്ക് കൂർത്തുയർന്നു പോകുന്ന അതേ രൂപമാതൃകയാണ് പ്രാചീന ഹിറ്റൈറ്റുകാർ തങ്ങളുടെ പൂർവികർ മരിച്ചാൽ മരണാനന്തര സ്മാരകങ്ങളായി ഉണ്ടാക്കിയിരുന്ന സിഗുറാത്തുകൾക്കുള്ളത് എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് മധ്യേഷ്യയിൽ 6000 കൊല്ലം മുമ്പ് മരിച്ചവർക്ക് പണിതിരുന്ന സ്മാരകങ്ങളുടെ മിനിയേച്ചർ തിരുവോണനാളിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്തുണ്ട് എന്നതിൻ്റെ പേരാണ് മനുഷ്യവംശ സാഹോദര്യം എന്നത്. വിജയമാഷു പറയും, കാൽമടമ്പിലും അമ്പുണ്ട് മരിച്ചത് കൃഷ്ണൻ മാത്രമല്ല, കാൽമടമ്പിൽ അമ്പുകൊണ്ട് മരിച്ച ഒരു അക്കിലസ് ഉണ്ട്. യമുനയെ വഴിമാറ്റി ഒഴുക്കിയ ബലരാമനെ പോലെ നദിയെ വഴിതിരിച്ചു വിട്ട ഒരു ഹെർക്കുലീസ് ഉണ്ട്. ഉച്ചവരെ കല്ലുരുട്ടി മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരുന്ന നാരായണത്വ ഭ്രാന്തനെ പോലെ പ്രാചീന ഗ്രീസിലും ഒരു ഭ്രാന്തന് ഉച്ചവരെ കല്ലുരുട്ടി കയറ്റിക്കൊണ്ടിരുന്നു. അയാളുടെ പേര് സിസിഫിസ് എന്നാണ്. ഒരു മരത്തിൽ കയറാൻ പറഞ്ഞാൽ 2 മരത്തിൽ പപ്പാതി കയറുന്നതാണ് മാഷു പറയുക. അരേരെ ഒന്നാണല്ലോ.
അതുകൊണ്ട് കേസരിയുടെ ഒരു ഗംഭീര വാക്യം ഞാൻ പറയാം കേട്ടോ. കേസരി പറയുന്നു, ഐതിഹ്യങ്ങളുടെ തോണിയിൽ കയറി സഞ്ചരിച്ചാൽ അത് നിങ്ങളുടെ കടവിൽ അടുക്കുന്നതിന് മുമ്പ് എത്രയോ കടവുകളിൽ അടുത്തിരുന്നു എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ കടവിലേക്ക് മാത്രമായിട്ട് ഒരു തോണിയും വരുന്നില്ല, നമ്മുടെ കടവിൽ നിന്ന് മാത്രമായിട്ട് ഒരു തോണിയും പുറപ്പെടുന്നില്ല. അങ്ങനെ പുറപ്പെടുന്നു. മാഷ് പറയും, അമ്പിളി നമ്മുടെ മാനത്താണ് ഉദിച്ചത് എന്ന് കരുതാൻ എളുപ്പമാണ്. അങ്ങനെ കരുതുന്ന ധാരാളം പേരുണ്ട്. പക്ഷേ അപ്പുറത്തെ പറമ്പിൽ പോയി നോക്കിയാൽ അവിടെയും അമ്പിളി ഉദിച്ചിട്ടുണ്ട്. നോക്കാതിരിക്കുന്നതിൻ്റെ പേരാണ് രാജ്യസ്നേഹം. അപ്പം ഇത് നിങ്ങൾ മാത്രമാണെന്ന് തോന്നും. അതുകൊണ്ട് പങ്കുവയ്പ്പുകളുടെ ഈ സുദീർഘ ചരിത്രത്തെ കാണും. മനുഷ്യവംശം എന്ന് പറയുന്നത് നോക്കൂ, ഈ അതിർത്തിക്കൊന്നും ഒരർത്ഥമില്ല. 75 കൊല്ലം മുമ്പ് രൂപപ്പെട്ട ഒരു രാഷ്ട്രാതിർത്തിയാണോ 5000 കൊല്ലത്തിലധികം പഴക്കമുള്ള ഈ സമൂഹത്തിൻ്റെ ചരിത്രം? 5000 കൊല്ലത്തിലധികമായിട്ട് ഈ നാഗരികതയുണ്ട്. നമ്മുടെ ദേശീയ ഗാനത്തിൽ പാകിസ്ഥാൻ ഉണ്ടല്ലോ, പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാഠ. അതുകൊണ്ട് നിങ്ങൾ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ അപ്പുറം കൂടി ഓർക്കണം. വേർ ദ വേൾഡ് ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ ഇൻ ടു ഫ്രാഗ്മെന്റ്സ് ബൈ നാരോ ഡൊമസ്റ്റിക് വാൾസ് എന്ന് ടാഗോർ എഴുതിയത് ഓർക്കണം. ഇടുങ്ങിയ ഭിത്തികൾ കൊണ്ട് വെട്ടിമുറിക്കപ്പെടാത്ത സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗത്തിൻ്റെ പേരാണ് ഈ രാജ്യം. ആകേണ്ടതാ. അതിനു പകരം വെട്ടിമുറിക്കപ്പെടുന്ന അതിർവരമ്പുകളാക്കി, വെട്ടിമുറിക്കപ്പെടുന്ന ജീവിതമാക്കി, വെട്ടിമുറിക്കപ്പെടുന്ന നമ്മുടെ മൂല്യബോധങ്ങളാക്കി ഇതിനെ മാറ്റുന്നതാണ് ഫാഷിസ്റ്റുകൾ ചെയ്യുന്ന ഒരു കാര്യം. അതുകൊണ്ട് അപരത്തെ കാണുക എന്ന് പറയുന്നത് ഡിഫറൻസിനെ ഒഴിവാക്കലല്ല, നിങ്ങളുടെ റെപ്ലിക്കയുടെ പ്രൊജക്ഷൻ അല്ല അതർന്ന് പറയുന്നത്. അങ്ങനെ ആയാൽ അതറല്ല, അതറിനെ കൂടി ചേർത്ത് വെക്കലാണ്, അത് വ്യത്യസ്തമായിരിക്കലാണ്. ആ വ്യത്യസ്തതയോട് എൻഗേജ് ചെയ്യാനുള്ള നമ്മുടെ ഒരു ധാർമ്മിക ബലം ഒരുപക്ഷെ ഫാഷിസ്റ്റ് വിരുദ്ധ സമരത്തെ സംബന്ധിച്ച് അതിപ്രധാനമായിരിക്കും എന്നതുകൊണ്ടാണ് മൈത്രിയെക്കുറിച്ച് നിരന്തരം പറയേണ്ടി വരുന്നത്. നമ്മുടെ കാലത്തേക്ക് ആശയത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് ഒരുപക്ഷെ അദ്ദേഹം ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഫാഷിസത്തിൻ്റെ ഒരു കരാളമായ ഇരുട്ട് നമ്മെ വലയം ചെയ്യുമ്പോൾ ഈ ആശയം അംബേദ്കർ ഉയർത്തിക്കൊണ്ടുവന്ന ഈ ഒരു പൊളിറ്റിക്കൽ കാറ്റഗറി എന്ന നിലയിലുള്ള മൈത്രിയുടെ ജീവിതം വളരെ പ്രധാനമാണ് എന്ന് ഞാൻ കരുതുന്നു. നമസ്കാരം.